Hello everyone. Sound കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ എല്ലാവരും. ഗുഡ് ഈവനിങ്. ഓക്കെ, റെഡി അല്ലേ? എല്ലാവരും എനർജറ്റിക് ആയിട്ടിരിക്കുക. പെന്നും പേപ്പറും എടുത്തു വയ്ക്കുക. എല്ലാം കേൾക്കുന്നുണ്ട്? ഓക്കെ, ഗുഡ് ഈവനിങ്. തുടങ്ങാം നമുക്ക്. വെക്ടേഴ്സ് നമ്മൾ തുടങ്ങാൻ പോകുന്നത് ഇന്ന് വെക്ടേഴ്സാണ്. വെക്ടേഴ്സിൽ കുറച്ച് കാര്യങ്ങൾ പഠിച്ചാൽ മതി. ശരിക്കും പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ പഠിച്ചാൽ മതി. ഒരു പേപ്പറും പെന്നും എടുത്ത് വയ്ക്കുക, എന്നിട്ട് പോയിന്റ്സ് എഴുതി വയ്ക്കുക, എന്നിട്ട് അത് റിവൈസ് ചെയ്യാം. ഓക്കെ, റൈറ്റ്. ഷാൽ വി സ്റ്റാർട്ട്? യെസ്, തുടങ്ങാം. ആദ്യം നമുക്ക് വാട്ട് ഇസ് എ വെക്ടർ? സാധാരണ പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാം. വാട്ട് ഇസ് എ വെക്ടർ? എനിത്തിങ് വിച്ച് ഹാസ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഇസ് കോൾഡ് എ വെക്ടർ. അതൊക്കെ അറിയാം അല്ലേ? ഇപ്പൊ ഐ ഒരു വെക്ടറാണ്. 2i + 3j + 4k ഒരു വെക്ടറാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. എന്താ ഐ പറഞ്ഞാൽ? ഐ ഇസ് എ യൂണിറ്റ് വെക്ടർ അലോങ് എക്സ് ആക്സിസ്. ജെ പറഞ്ഞ യൂണിറ്റ് വെക്ടർ അലോങ് വൈ ആക്സിസ്. കെ, അങ്ങനെ കുറേ വെക്ടേഴ്സ് ഉണ്ട്. നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം. ഐ ജെ കെയിൽ പറയുന്നതിന് മുമ്പേ സാധാരണ വെക്ടർ റിപ്രസെന്റ് ചെയ്യുക ഇങ്ങനെയാണ്. സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ഒരു എ എഴുതിയിട്ട് മുകളിലൊരു വരയിടും. റെപ്രസെന്റ് ചെയ്യുക എങ്ങനെയാണ്? ഒ എ. ഇപ്പൊ ഒ എന്നുണ്ടാവും, ഇവിടെ എ എന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു വെക്ടർ. അതായത് ഒരു തുടങ്ങുന്ന ഒരു പോയിന്റ് ഉണ്ടാവും, ഒരു ടെർമിനൽ പോയിന്റ് ഉണ്ടാവും. ദർ വിൽ ബി ഓൾവേസ് എ ഇനീഷ്യൽ പോയിന്റ്, ദർ വിൽ ബി ഓൾവേസ് എ ടെർമിനൽ പോയിന്റ്. ഇതിന് പറയുന്ന പേരാണ് ഇനീഷ്യൽ പോയിന്റ്. ഇനീഷ്യൽ പോയിന്റ്. ഇതിന് പറയുന്ന പേരാണ് ടെർമിനൽ പോയിന്റ്. ടെർമിനൽ പോയിന്റ്. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ സാധാരണ നമ്മൾ ഒ എ ഇസ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് ഇറ്റ് ഇസ് സ്റ്റാർട്ടിങ് ഫ്രം ഒ, ഇറ്റ് ഇസ് ആക്ടിങ് അലോങ് എ. ഒ ആണ് ഇനീഷ്യൽ പോയിന്റ്, എ ആണ് ടെർമിനൽ പോയിന്റ്. ഓക്കെ, ഇതാണ് റിപ്രസന്റേഷൻ. അപ്പം ഒ പറയുന്നത് ഒയിൽ നിന്ന് തുടങ്ങി എയിൽ കൂടിയാണ് വെക്ടർ. പിന്നെ വേറൊരു കാര്യം, ഈ ലൈൻ സെഗ്മെന്റ് ആണ്. ഇറ്റ് ഇസ് ഓൾവേസ് റിപ്രസെന്റഡ് ആസ് എ ഡയറക്റ്റഡ് ലൈൻ സെഗ്മെന്റ്. എന്താണ്? ഡയറക്റ്റഡ് ലൈൻ സെഗ്മെന്റ്. അപ്പൊ ഡയറക്റ്റഡ് ലൈൻ സെഗ്മെന്റിൽ ഒ എ എന്നുള്ള ലെങ്ത് ആണ് ആ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ്. ഒ എ എന്നുള്ള ലെങ്ത് ആണ് ആ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പൊ ഇവിടെ നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പം ഒരു വെക്ടർ ഉണ്ട്. ഒരു വെക്ടർ നമുക്കിപ്പം ഒ എ ചെറിയൊരു വെക്ടർ ഉണ്ട്. ഇതാ ഇങ്ങനൊരു വെക്ടർ ഉണ്ട്, ഇങ്ങനൊരു വെക്ടർ ഉണ്ട്. അപ്പൊ ഇതിന്റെ ലെങ്ത് കൂടുതലായതുകൊണ്ട് നമ്മൾ എന്ത് പറയും? ആ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് കൂടുതലാണ്, ഈ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് കുറവാണ്. ഡയറക്ഷന് വലുപ്പ ചെറുപ്പങ്ങളില്ല. വലിയ ഡയറക്ഷൻ, ചെറിയ ഡയറക്ഷൻ എന്നൊരു സാധനം ഇല്ല. അതുകൊണ്ട് തന്നെ രണ്ട് വെക്ടേഴ്സ് ഒന്ന് വലുതാണ് ഒന്ന് ചെറുതാണെന്ന് പറയാൻ പറ്റില്ല. ഒരു വെക്ടർ ഇപ്പൊ എ ഒരു വെക്ടറാണ്, വേറൊരു വെക്ടർ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാൻ പാടില്ല. അഥവാ ഒരു വെക്ടർ മറ്റേ വെക്ടറിനേക്കാൾ വലുത്, ഫോഴ്സ് ഒരു വെക്ടർ ആണല്ലോ, ഫോഴ്സ് വലുതാന്ന് പറയാൻ കാരണം എന്താ? ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് വലുതാണ് എന്നുള്ള കാരണം കൊണ്ടാണ്. റൈറ്റ്? ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പം ഒരു വെക്ടർ വേറൊരു വെക്ടറായിട്ട് കമ്പയറബിൾ അല്ല. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. പിന്നെ എപ്പോഴാണ് കുറെ ടൈപ്പ് വെക്ടേഴ്സ് ഉണ്ട്, കുറെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെക്ടേഴ്സ്. ആദ്യത്തെ വളരെ പ്രധാനമായിട്ടുള്ളൊരു ടൈപ്പ് ഉണ്ട്, പാരലൽ വെക്ടേഴ്സ്. വാട്ട് ഡു യു മീൻ ബൈ പാരലൽ വെക്ടേഴ്സ്? ഇത്രയേ ഉള്ളൂ. ഒരു വെക്ടർ ഇങ്ങനെയാണെങ്കിലും നമ്മൾ പറയും പാരലലാണെന്ന്, ഇങ്ങനെയാണെങ്കിലും നമ്മൾ പറയും പാരലലാണെന്ന്. ശ്രദ്ധിക്കണം, ഒരേ ഡയറക്ഷൻ ആണെങ്കിലും പാരലൽ എന്ന് പറയും, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിലും പാരലൽ പറയും. അപ്പൊ എപ്പോഴാ പാരലലാണെന്ന് പറയാം? ഒരേ ഡയറക്ഷൻ ആണെങ്കിലും പറയും, ഡിഫറെന്റ് ഡയറക്ഷൻ എന്ന് പറയാൻ പാടില്ല, ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇസ് ദാറ്റ് ക്ലിയർ? ഡിഫറെന്റ് ഡയറക്ഷൻ പറയാൻ പാടില്ല. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്.
ഡിഫറെൻറ്റ് ഡയറക്ഷൻ വന്നാൽ ഇങ്ങനെയാവും, ഇങ്ങനെയാവും. ഡിഫറെൻറ്റ് ഡയറക്ഷൻ വന്നാൽ ഇങ്ങനെ കൂടെ. ഇത് പാരലൽ അല്ല, ദിസ് ഇസ് നോട്ട് പാരലൽ. അപ്പോൾ ഇത് പറയാൻ പാടില്ല. പാരലൽ വെക്ടേഴ്സ് എപ്പോഴാണ്? ഒന്നുകിൽ ഒരേ ഡയറക്ഷൻ ആവുക അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആവുക. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ് കേട്ടോ. ഒരേ ഡയറക്ഷൻ ആണെങ്കിലും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിലും നമ്മൾ പാരലൽ പറയും. പാരലൽ വെക്ടേഴ്സിന് വേറൊരു പേരുണ്ട്, കൊളീനിയർ വെക്ടേഴ്സ്. കൊളീനിയർ വെക്ടേഴ്സ്, കൊളീനിയർ വെക്ടേഴ്സ്. ഈ കൊളീനിയർ വെക്ടേഴ്സ് വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു വേർഡാണ് വെക്ടറിനെ സംബന്ധിച്ചിടത്തോളം. റൈറ്റ്, കൊളീനിയർ വെക്ടേഴ്സ്. കൊളീനിയർ വെക്ടേഴ്സ് എന്താ മക്കളെ? യു ആർ ഹിയറിംഗ് ഇറ്റ് പ്രോപ്പർലി? റൈറ്റ്. കൊളീനിയർ വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് വെക്ടേഴ്സ് ഇങ്ങനെ മേർജ് ചെയ്യാൻ പറ്റിയാൽ വി സേ ഇറ്റ് ഈസ് കൊളീനിയർ. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. രണ്ട് വെക്ടേഴ്സിനെ ഇങ്ങനെ, നമുക്കൊരു വെക്ടർ ഉണ്ടെങ്കിൽ ആ വെക്ടറിനെ എങ്ങോട്ട് വേണമെങ്കിൽ നീക്കാമെന്നാണ്. ഇറ്റ് ക്യാൻ ബി മൂവ്ഡ് എനിവേർ ഇൻ സ്പേസ്. രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാറരുത്, ഡയറക്ഷൻ മാറരുത്. നിങ്ങൾക്കറിയാലോ ഈക്വൽ വെക്ടേഴ്സ് എപ്പോഴാണ് രണ്ട് വെക്ടേഴ്സ് ഈക്വലാ പറയുക? അതിൻ്റെ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ഈക്വൽ ആയാലും അല്ലേ? ഞാൻ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ അറിയാം. എന്തുകൊണ്ടാണ് കറണ്ട് വെക്ടർ ആവാത്ത? എന്തുകൊണ്ടാണ് കറണ്ട് വെക്ടർ ആവാത്തത്? ഇറ്റ് ഡസ് നോട്ട് സാറ്റിസ്ഫൈ, ഡസ് നോട്ട് ഒബേസ്. ആരെങ്കിലും പറയുമോ എന്തുകൊണ്ടാണ് കറണ്ട് വെക്ടർ ആവാത്തത്? വെക്ടർ കുറേ ഉണ്ട്. ഫോഴ്സ് ഒരു വെക്ടറാണ്, വെലോസിറ്റി വെക്ടറാണ്, ഡിസ്പ്ലേസ്മെന്റ് വെക്ടറാണ്. ഇതൊക്കെ വെക്ടറാണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കറണ്ട് വെക്ടർ ആവാത്തത്? ആരെങ്കിലും ഒന്ന് പറയൂ. ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് അടിച്ചു പൊളിക്കായിരുന്നു. എന്തുകൊണ്ടാണ് കറണ്ട് വെക്ടർ ആവാത്തത്? അതെ, അതാണ്. മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഡയറക്ഷൻ ഉണ്ട്, ബട്ട് ഡസ് നോട്ട് ഒബേസ് additional laws of vectors. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എല്ലാ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷൻ ആയിട്ടുള്ള വെക്ടർ സാധനം വെക്ടർ അല്ല. എല്ലാ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ടാവും, പിന്നെ അതിന് അഡീഷണൽ ലോയും വർക്ക് ചെയ്യണം. ഓക്കെ, അപ്പം രണ്ട് വെക്ടേഴ്സ് എപ്പോഴാണ് കൊളീനിയർ പറയുക? കൊളീനിയർ നിങ്ങൾ കേട്ടിട്ടുള്ളത് 2 dimensional ജോമെട്രിയിലെ പോയിന്റ്സിന്റെ മുകളിലാണ് അല്ലേ? എപ്പോഴാണ് നമ്മൾ കൊളീനിയർ കേട്ടിട്ടുള്ളത്? ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. 3 പോയിന്റ്സ് ഒരു വരയുടെ മുകളിൽ കിടക്കുകയാണെങ്കിൽ we say they are collinear. അപ്പോൾ എയും ബിയും സിയും 3 പോയിന്റ്സ് ഒരു വരയുടെ മുകളിൽ കിടക്കുകയാണെങ്കിൽ we say they are collinear points. അപ്പോൾ കൊളീനിയറിറ്റി എപ്പോഴും, അതെ, വെരി ഗുഡ്, കൊളീനിയറിറ്റി എപ്പോഴും പോയിന്റ്സിനെ ബന്ധിപ്പിച്ചിട്ടാണ്. 3 അതിൽ കൂടുതലോ പോയിന്റ്സ് ഒരു വരയുടെ മുകളിൽ കിടക്കുമ്പോഴാണ് നമ്മൾ കൊളീനിയർ പോയിന്റ്സ് പറയാം. പക്ഷേ ആ ഒരു കാര്യം ഒരിക്കലും വെക്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യരുത്. എപ്പോഴാണ് രണ്ട് വെക്ടേഴ്സ് കൊളീനിയർ പറയുക? പാരലൽ ആയാൽ കൊളീനിയർ ആവും. രണ്ട് വെക്ടേഴ്സ് പാരലൽ ആയാൽ കൊളീനിയർ ആവും. അത് ആലോചിക്കട്ടെ. ശരിക്കും പറഞ്ഞാൽ ഒരു വെക്ടർ ആ വെക്ടറിനോട് തന്നെ കൊളീനിയർ ആണ്. എ വെക്ടർ ഇസ് കൊളീനിയർ വിത്ത് ഇറ്റ് സെൽഫ് ആക്ച്വലി. ഓക്കെ, അപ്പം രണ്ട് വെക്ടേഴ്സ് പാരലൽ ആയ ഒരേ ഡയറക്ഷൻ ആണെങ്കിലും കൊളീനിയർ ആയിരിക്കും, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിലും കൊളീനിയർ ആയിരിക്കും. അപ്പോൾ എപ്പോഴാണ് രണ്ട് വെക്ടേഴ്സ് പാരലൽ പറയുക അഥവാ കൊളീനിയർ പറയുക? ഒരേ ഡയറക്ഷൻ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഈ ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ ലൈക്ക്, വി കോൾ ഇറ്റ് ആസ് ലൈക്ക് വെക്ടേഴ്സ്. ഇങ്ങനെയാണെങ്കിൽ വി കോൾ ഇറ്റ് അൺലൈക്ക് വെക്ടേഴ്സ്. അൺലൈക്ക് വെക്ടേഴ്സ്. അപ്പം ലൈക്ക് വെക്ടേഴ്സ് പറഞ്ഞാൽ ഒരേ ഡയറക്ഷൻ, അൺലൈക്ക് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇസ് ദാറ്റ് ക്ലിയർ? റൈറ്റ്, വെരി ഗുഡ്. അപ്പം ഇവിടെ ഈ പാരലൽ വെക്ടേഴ്സിന് ഒരു പ്രത്യേകതയുണ്ട്. ദിസ് എ വെരി 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 ഇമ്പോർട്ടൻറ്റ് പ്രത്യേകത. എന്താ പ്രത്യേകത? എയും ബിയും പാരലൽ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി. ഇത് എങ്ങനെയാണ് കിട്ടുന്നത് മനസ്സിലാക്കണം. രണ്ട് വെക്ടേഴ്സ് എപ്പോഴാണ് പാരലൽ ആവുക? ഇഫ് വൺ വെക്ടർ ഈസ് ബീങ് എക്സ്പ്രസ്ഡ് ആസ് എ സ്കേലാർ മൾട്ടിപ്പിൾ ഓഫ് ദ അതർ വെക്ടർ. ഒരു വെക്ടർ മറ്റേ വെക്ടറിന്റെ സ്കേലാർ മൾട്ടിപ്പിൾ ആണെങ്കിൽ we say they are parallel. ഓക്കെ, നമുക്ക് അതിന് ഇന്റർപ്രേറ്റ് ചെയ്യാം. ഇന്റർപ്രേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഇപ്പൊ ഇങ്ങനെ ഒരു വെക്ടർ ഉണ്ട് വെച്ചോളൂ. ഇതിന് 2 യൂണിറ്റ് ആണ് ഇതിന്റെ ലെങ്ത്. അതേ ഡയറക്ഷനുള്ള ഒരു 4 യൂണിറ്റുള്ള വെക്ടർ ഉണ്ട് വെച്ചോളൂ. അപ്പൊ ഇത് എ ആണ്, ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് 2 ആണ്. അപ്പൊ 4 മാഗ്നിറ്റ്യൂഡ് ആണെങ്കിൽ ഇതിന് എന്തായിരിക്കും? 2a ആയിരിക്കും അല്ലേ? കുറച്ചും കൂടി വലിയ ഡയറക്ഷൻ ആണെങ്കിൽ എന്തായിരിക്കും? സം 3a ആയിരിക്കും. അപ്പോൾ കേട്ടോ, one vector is being expressed as a scalar multiple of the other vector. ഒരു വെക്ടറിനെ ഒരു സ്കേലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ you will be getting a vector which is parallel to it. ഒരു വെക്ടറിനെ സ്കേലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ
you will be getting a vector just parallel to it. ആ സ്കേലാർ പോസിറ്റീവ് ആണെങ്കിൽ അതേ ഡയറക്ഷൻ ആയിരിക്കും. ആ സ്കേലാർ നെഗറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും? ആ സ്കേലാർ നെഗറ്റീവ് ആണെങ്കിൽ എന്താ സംഭവിക്കുക? ഇറ്റ് വിൽ ബി ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. വെരി ഇമ്പോർട്ടൻറ്റ്. ആ സ്കേലാർ പോസിറ്റീവ് ആണെങ്കിൽ അതേ ഡയറക്ഷൻ, നെഗറ്റീവ് ആണെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പം ജനറലി നമുക്ക് എന്താ പറയാം? എ ഈക്വൽസ് ലാംഡ ഇൻറ്റു ബി എന്ന് എഴുതിയാൽ, എ ഈക്വൽസ് ലാംഡ ബി ഇൻറ്റു എഴുതിയാൽ we call A and B as parallel vectors അല്ലെങ്കിൽ collinear vectors. ഈ ലാംഡ പോസിറ്റീവ് ആണെങ്കിൽ എയും ബിയും ലൈക്ക് ആയിരിക്കും. ലാംഡ നെഗറ്റീവ് ആയാൽ എയും ബിയും അൺലൈക്ക് ആയിരിക്കും, ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, ഈ ലാംഡയ്ക്ക് വേണമെങ്കിൽ ലാംഡ പോസിറ്റീവ് ആയാൽ ഒരേ ഡയറക്ഷൻ, ലാംഡ നെഗറ്റീവ് ആയാൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇസ് ദാറ്റ് ക്ലിയർ? അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. I plus 2j plus 3k ഒരു വെക്ടറാണ്. ഇതിന് പാരലൽ ആയിട്ടുള്ളൊരു വെക്ടർ പറയൂ. I plus 2j, സോറി, ഒരു പാരലൽ ആയിട്ടുള്ള വെക്ടർ പറയൂ. I plus 2j plus 3k ഇതിന് പാരലൽ ആയിട്ടുള്ള വെക്ടർ പറയൂ മക്കളെ. I plus 2j plus 3k. Can you say what is a parallel vector? I plus 2j plus 3k. Parallel vector എന്താ? ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. What do you get? 2i plus 4j plus 6k. വേറെ പാരലൽ വെക്ടർ പറയൂ. നെഗറ്റീവ് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൈനസ് 5i മൈനസ് 10j മൈനസ് 15k. എന്താ ഈ മൂന്ന് വെക്ടേഴ്സിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇതിൻ്റെ ഇരട്ടി മാഗ്നിറ്റ്യൂഡാണ് ഇതിന്, ഇതും ഒരേ ഡയറക്ഷനാണ്. ഇതിൻ്റെ 5 ഇരട്ടി മാഗ്നിറ്റ്യൂഡാണ് ഇതിൻ്റെ, പക്ഷേ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് ഇതിന്. ഈസ് ദാറ്റ് ക്ലിയർ? അപ്പം രണ്ട് വെക്ടേഴ്സ് പാരലൽ ആണോ അല്ലയോ എന്ന് എങ്ങനെയാ നോക്കുക? ഒരു വെക്ടർ മറ്റേ വെക്ടറിന്റെ സ്കെലാർ മൾട്ടിപ്പിൾ ആണോ നോക്കാം. ഇനി ഐ ജെ കെയിൽ റെപ്രസെന്റ് ചെയ്യുന്ന വെക്ടർ ആണെങ്കിൽ we call I plus 2j plus 3k ആണെങ്കിൽ നമ്മൾ പറയും 1, 2, 3 പറയുന്നത് അതിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് ആണ്. 1, 2, 3 പറയുന്നത് അതിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് ആണ്. അപ്പം നമ്മൾ അത് ഡിസ്കസ് ചെയ്യണം. വാട്ട് ഈസ് ഡയറക്ഷൻ റേഷ്യോസ്? ഇപ്പം 2i plus 3j plus 4k ഒരു വെക്ടർ ഉണ്ടെങ്കിൽ we call this as direction ratios. We call it as dr. dr is 2, 3, 4. 2i plus 3j plus 4k ആണെങ്കിൽ ഡയറക്ഷൻ റേഷ്യോസ് ആർ 2, 3, 4. ഐയുടെ കോഎഫിഷ്യന്റ്, ജെയുടെ കോഎഫിഷ്യന്റ്, കെയുടെ കോഎഫിഷ്യന്റ്. പക്ഷെ ഡയറക്ഷൻ റേഷ്യോസിന് ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. എന്താ പ്രത്യേകത? ഇതിന്റെ പാരലൽ ആയിട്ടുള്ള എല്ലാ വെക്ടറിന്റെ ഐയുടെ കോഎഫിഷ്യന്റും ജെയുടെ കോഎഫിഷ്യന്റും കെയുടെ കോഎഫിഷ്യന്റും ഡയറക്ഷൻ റേഷ്യോസ് ആണ്. അപ്പം ഇതിപ്പം 2i plus 3j plus 4k പാരലൽ ആയിട്ടുള്ള വെക്ടർ പറയൂ. 4i plus 6j plus 8k എന്ന് പറഞ്ഞൂടെ? ഇതിന് പാരലൽ ആയിട്ടുള്ള വേറൊരു വെക്ടർ പറയൂ. ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തോളൂ. യു ഗെറ്റ് 20i plus 30j. നിങ്ങൾക്ക് വേറെ എന്തുകൊണ്ടെങ്കിലും മൾട്ടിപ്ലൈ ചെയ്യാം. പക്ഷേ മൾട്ടിപ്ലൈ ചെയ്യുന്നത് 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പാടില്ല എന്ന് മാത്രം. 0 അല്ലാത്ത ഏത് നമ്പർ കൊണ്ട് വേണമെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാം. പോസിറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ ഒരേ ഡയറക്ഷൻ വരും, നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ വരും. അത്രയേ ഉള്ളൂ. അപ്പോൾ 30j plus 40k. അപ്പം ഈ വെക്ടറിന്റെ dr 2, 3, 4 ആണ്. ഈ വെക്ടറിന്റെ dr 4, 6, 8 ആണ്. ഈ വെക്ടറിന്റെ dr 20, 30, 40 ആണ്. ഞാൻ പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ ഈ dr എന്ന് പറഞ്ഞാൽ ഈ വെക്ടറിന്റെ dr 2, 3, 4 ആണ്. പിന്നെ അതിനോട് പാരലൽ ആയിട്ടുള്ള എല്ലാ വെക്ടറിന്റെ dr-ഉം ഇതിന് dr ആയിട്ട് കണക്കാക്കാവുന്നതാണ്. വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു വെക്ടറിന്റെ പാരലൽ ആയിട്ടുള്ള വെക്ടറിന്റെ dr ആ വെക്ടറിന്റെ dr ആയിട്ട് കണക്കാക്കാവുന്നതാണ്. അപ്പം ഈ വെക്ടറിന്റെ dr എന്താ? 2, 3, 4. അപ്പൊ ഈ വെക്ടറിന്റെ പാരലൽ ആയിട്ടുള്ള വെക്ടറിലെ ഇത്, അപ്പൊ ഈ വെക്ടറിന്റെ dr എന്താ? 4, 6, 8 എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. പിന്നെ ഈ വെക്ടറിന്റെ പാരലൽ വെക്ടറിലേത്, അപ്പൊ ഈ വെക്ടറിന്റെ dr 20, 30, 40 പറഞ്ഞാലും കുഴപ്പമില്ല. എന്ന് വെച്ചാൽ 2i plus 3j plus 4k എന്നുള്ള വെക്ടറിന്റെ dr നമുക്ക്
2, 3, 4 എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു സ്കേലാർ 2 ലാംഡ 3 ലാംഡ 4 ലാംഡ എന്ന് പറയാം. ആ ലാംഡ പൂജ്യമല്ലാത്ത ഏത് നമ്പർ ആയാലും വിരോധമില്ല. ഈസ് ദാറ്റ് ക്ലിയർ? വെരി ഗുഡ്. ഈസ് ദാറ്റ് ക്ലിയർ? അപ്പൊ 2i plus 3j plus 4k i j k ടേംസിൽ പറയുന്ന വെക്ടറിന്റെ ഡി ആർ എങ്ങനെയാണ്? ഐയുടെ കൂടെയുള്ള ആള്, ജെയുടെ കൂടെയുള്ള ആള്, കെയുടെ കൂടെയുള്ള ആള്. കോഎഫിഷ്യന്റ്സ് ഓഫ് I, J and K. You can also say that its parallel vectors dr also will suit for dr of that vector. ഇതിന് പാരലൽ ആയിട്ടുള്ള വെക്ടറിന്റെ dr ഉം ഇതിന്റെ dr ആയിട്ട് കണക്കാക്കാം എന്നാണ് അല്ലേ? അപ്പൊ വേറൊരു കാര്യം നോക്കൂ. അപ്പൊ ഇതിന്റെ dr എന്താ? 4, 6, 8. ഇതിന്റെ dr എന്താ? 20, 30, 40 അല്ലേ? അപ്പൊ ഇത് ഈ മൂന്ന് വെക്ടേഴ്സും പാരലൽ ആയതുകൊണ്ട് നമുക്കൊരു കാര്യം പറഞ്ഞൂടെ? എന്ത് പറയാം? നോക്കൂ, 2/4 ഇത് രണ്ടും പാരലാണ്. 2/4 is equal to 3/6 is equal to 4/8 എന്ന് എഴുതി കൂടെ നമുക്ക്? കണ്ടോ? 2/4 ഇവിടെ ഇങ്ങനെ എഴുതാം. 4/20 is equal to 6/30 is equal to 8/40 എന്ന് എഴുതാം. വർക്ക് ചെയ്യും. അപ്പൊ ഇത് ശരിയാ. കണ്ടോ? 2/4 1/2 ആണ്, 3/6 1/2 ആണ്, 4/8 1/2 ആണ്. അപ്പൊ അത് ആ റേഷ്യോ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ we say the vectors are parallel. കൺസെപ്റ്റ് സെയിം തന്നെയാണ്. ഒരു വെക്ടർ മറ്റേ വെക്ടറിന്റെ സ്കേലാർ മൾട്ടിപ്പിൾ തന്നെയാണ്. പക്ഷേ ഡി ആറിന്റെ ടേംസിൽ പറയുമ്പം രണ്ട് വെക്ടേഴ്സ് പാരലൽ ആണെന്ന് എപ്പോഴാണ് പറയുക? അവരുടെ ഡയറക്ഷൻ റേഷ്യോസ് പ്രപ്പോർഷണൽ ആകുമ്പോൾ. അപ്പം രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. രണ്ട് വെക്ടേഴ്സ് എപ്പോഴാണ് പാരലൽ ആവുക? ഒരു വെക്ടർ മറ്റേ വെക്ടറിന്റെ സ്കേലാർ മൾട്ടിപ്പിൾ ആകുമ്പോൾ. സ്കേലാർ പോസിറ്റീവ് ആണെങ്കിൽ ഒരേ ഡയറക്ഷൻ, സ്കേലാർ നെഗറ്റീവ് ആണെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. നമ്പർ 1. നമ്പർ 2, ഐ ജെ കെ ടേംസിൽ പറയുന്ന വെക്ടറിന്റെ ഡി ആർ ഐയുടെയും ജെയിന്റെയും കെന്റെയും കൂടെയുള്ള കോഎഫിഷ്യൻസ് ആണ്. അതിന്റെ സ്കേലാർ മൾട്ടിപ്പിളും അതിന്റെ ഡി ആർ ആണ്. ഇപ്പൊ രണ്ട് വെക്ടേഴ്സ് പാരലൽ ആയാൽ നമുക്ക് എന്ത് പറയാം? അവരുടെ ഡയറക്ഷൻ റേഷ്യോസ് വിൽ ബി പ്രപ്പോർഷണൽ ആൻഡ് വൈസ് വേഴ്സ. എന്താ വൈസ് വേഴ്സ? ഡയറക്ഷൻ റേഷ്യോസ് പ്രപ്പോർഷണൽ ആയാൽ വെക്ടേഴ്സ് പാരലൽ ആവും, വെക്ടേഴ്സ് പാരലൽ ആയാൽ ഡയറക്ഷൻ റേഷ്യോസ് പ്രപ്പോർഷണൽ ആവും. ഈസ് ദാറ്റ് ക്ലിയർ? വെരി ഗുഡ്. അപ്പൊ അത് ക്ലിയർ ആണ്. അപ്പൊ ഡയറക്ഷൻ റേഷ്യോസ് എല്ലാവർക്കും മനസ്സിലായി ചോദിക്കണം കേട്ടോ. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഡയറക്ഷൻ കൊസൈൻസ്. ചെറിയ വ്യത്യാസമുണ്ട് ഡയറക്ഷൻ കൊസൈൻസിന്. നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു വെക്ടർ ഉണ്ട്. ഇപ്പൊ I plus J plus K ഒരു വെക്ടറാണ്. ഈ വെക്ടർ എക്സ് ആക്സിസ് ആയിട്ടും വൈ ആക്സിസ് ആയിട്ടും സെഡ് ആക്സിസ് ആയിട്ടും ഉണ്ടാക്കുന്ന ആംഗിൾ ആൽഫ ബീറ്റ ഗാമയാണ് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഡയറക്ഷൻ കൊസൈൻസ് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ: കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമ. But what are the direction cosines? We call it DCs. അപ്പോൾ ഒരു വെക്ടർ ഇപ്പം ചെറിയൊരു എക്സാമ്പിൾ പറയാം. 3 dimensional ആയിട്ട് വരയ്ക്കാൻ പറ്റില്ല. ഞാൻ 2 dimensional ആകുമ്പോൾ ഒരു കാര്യം പറയാം. 2 dimensional കേട്ടോ. ഇത് I plus J. ഇപ്പൊ ഇത് 1 1 ആച്ചുള്ളൂ. 1 1 ആണെങ്കിൽ ഈ വെക്ടർ എന്താ? ഈ വെക്ടർ എന്താ മക്കളെ? I അല്ലേ? ഈ വെക്ടർ എന്താ? J അല്ലേ? കാരണം ഈ ലെങ്ത് 1 ആണ്. അപ്പോൾ ആ വെക്ടർ I ആയിരിക്കും. ഈ ലെങ്ത് 1 ആണ്, വെക്ടർ J ആയിരിക്കും. അപ്പോൾ വാട്ട് വിൽ ബി ദിസ് വെക്ടർ? I plus J. ശരിയല്ലേ? I plus J. അപ്പോൾ ഈ ആംഗിൾ എന്തായിരിക്കും? 45. ഈ ആംഗിൾ എന്തായിരിക്കും? 45. അപ്പോൾ I plus J ആണെങ്കിൽ what is direction cosines? Cos alpha പിന്നെ cos beta. Is that clear? I plus J ആണെങ്കിൽ what are direction cosines? Cos alpha, cos beta. Is that clear? Right. അപ്പം I plus J ആണെങ്കിൽ നോക്കൂ, I plus J ആണെങ്കിൽ dr എന്താ? 1 1 അല്ലേ? I plus J ആണെങ്കിൽ dr 1 1 ആണ്. നോക്കുക, cos 45 പറഞ്ഞാൽ ആക്ച്വലി 1 by ഇതിന്റെ ലെങ്ത്. ഇത് 1 ഉം ഇത് 1 ആണ്. ഈ ലെങ്ത് എത്രയാ? √2 അല്ലേ? അപ്പോൾ 1/√2. ഇതോ 1/√2. അപ്പം I plus J ആണെങ്കിൽ dr 1 1. I plus J ആണെങ്കിൽ dr 1 1. ഡയറക്ഷൻ കൊസൈൻസ് എന്താ? cos 45 ഇറ്റ് ഈസ് 1/√2 1/√2. അപ്പം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, I plus J plus K ആണെങ്കിൽ dr എന്താ മക്കളെ? വാട്ട് ഇസ് dr? dr is 1 1 1. Is that okay? 1 1 1. Direction cosines എന്തായിരിക്കും അറിയോ? What is cos alpha? You can see that cos alpha is, കണ്ടോ, ഇവിടെ 1/√2 1/√2 അല്ലേ? അപ്പം ഇവിടെ എന്തുകൊണ്ടാണ് 1/√2 ആയത്? adjacent side by hypotenuse. 3 dimensional ആയതുകൊണ്ട് എന്താ വരിക? ആ 1 1 1. Direction ratios. അപ്പോൾ what will be cos alpha മക്കളെ? ഒന്ന് പറയൂ. cos alpha, it is 1/√2
root 3. 1 by root 3. 1 by root 3. അത് മനസ്സിലായോ എല്ലാവർക്കും? ഒന്ന് തമ്പ് ചെയ്യോ. 1 by root 3, 1 by root 3, 1 by root 3. cos 45 എങ്ങനെയാ വരിക? ഓക്കെ, പറയാം. നോക്കൂ മക്കളെ, ഇത് 1 1 അല്ലേ, ഈ ലെങ്ത് 1 അല്ലേ, ഈ ലെങ്ത് 1 അല്ലേ, ഈ ലെങ്ത് 1 അല്ലേ. അപ്പൊ ഇതും 1 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഞാൻ വരയ്ക്കാതെ. അതായത് ഇപ്പം ഇത് എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇത് 1 1, ഇത് 1 1 ആണെങ്കിൽ വാട്ട് ഈസ് ദിസ് ലെങ്ത്? ഈ ലെങ്ത് എത്രയാ? 1 അല്ലേ, ഈ ലെങ്ത് എത്രയാ? 1 അല്ലേ. അപ്പൊ ഈ വെക്ടറിനെ നമുക്ക് എന്ത് പറയാം? I. ഈ വെക്ടറിനെ നമുക്ക് എന്ത് പറയാം? J. അതുകൊണ്ട് ഈ വെക്ടറിന് എന്ത് പറയാം? I plus J. അപ്പൊ ഈ ആംഗിൾ എത്രയാ? 45. What is cos 45? Adjacent side by hypotenuse. ഇത് 1 ഉം ഇത് 1 ആണ്, ഇത് √2 അല്ലേ മക്കളെ? It is 1 by √2. What is cos 45? മറ്റേതോ അതെ, ഈ ആംഗിൾ 45 അല്ലേ, ഇതും 45, ഇതും 1 by √2. അതായത് I plus J ആണ് വെക്ടർ എങ്കിൽ dr എന്താ? 1,1. dc എന്താ? dc is cos 45 cos 45. It is 1 by √2, 1 by √2. I think it is clear. അത് 3 dimensional ആകുമ്പം എന്താവും? 1 by √3, 1 by √3, 1 by √3 ആവും. എന്ന് വെച്ചാൽ ഡയറക്ഷൻ റേഷ്യോനെ ഡയറക്ഷൻ കൊസൈൻ ആക്കുക എങ്ങനെയാ? ആ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. I plus J plus K യുടെ മാഗ്നിറ്റ്യൂഡ് എന്താ? √3 അല്ലേ. അപ്പം I plus J plus K യുടെ മാഗ്നിറ്റ്യൂഡ് ഡിവൈഡ് ചെയ്താൽ ഇത് എന്തായിരിക്കും? ഇതായിരിക്കും cos ആൽഫ, ഇതായിരിക്കും cos ബീറ്റ, ഇതായിരിക്കും cos ഗാമ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മളിപ്പോ 2I plus 2J plus K ഒരു വെക്ടർ വെച്ചോളൂ. വാട്ട് ഇസ് dr? ഒന്ന് പറയൂ എല്ലാവരും. 2I plus 2J plus K. അതിന്റെ dr എന്തായിരിക്കും പറയാം മക്കളെ? dr will be 2 2 1. 2 2 1 പറഞ്ഞാലും 20 20 10 പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ 2 2 1 പറഞ്ഞാൽ 2 2 1 പറഞ്ഞാൽ. വാട്ട് ഇസ് dc? ഒന്ന് പറയൂ. വാട്ട് ഇസ് dc? dc പറഞ്ഞാൽ cos ആൽഫ, cos ബീറ്റ, cos ഗാമയാണ്. ആ വെക്ടർ ഉണ്ടാക്കുന്ന എക്സ് ആക്സിസ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആൽഫ ബീറ്റ ഗാമ ആണെങ്കിൽ cos ആൽഫ, cos ബീറ്റ, cos ഗാമ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? ഇത് cos ആൽഫ, cos ബീറ്റ, cos ഗാമയാണ്. വാട്ട് ഈസ് cos ആൽഫ ഹിയർ? ഇതിന്റെ വാല്യൂ എന്താ? cos ആൽഫ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി 2 by ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് 2I plus 2J plus K യുടെ മാഗ്നിറ്റ്യൂഡ്. 2I plus 2J plus K യുടെ മാഗ്നിറ്റ്യൂഡ്. What is the magnitude of 2I plus 2J plus K? അതെ, വെരി ഗുഡ്. 2 by 3, 1 by 3. അപ്പൊ അങ്ങനെയാണ് ഡയറക്ഷൻ കൊസൈൻസ് കാണുക. അപ്പൊ ഡയറക്ഷൻ റേഷ്യോ നിങ്ങൾക്ക് മനസ്സിലായി, ഡയറക്ഷൻ കൊസൈൻ നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, റൈറ്റ്. അപ്പൊ ഡയറക്ഷൻ കൊസൈൻ്റെ പ്രത്യേകത എന്താ? ഇത് സ്ക്വയർ ചെയ്ത് കൂട്ടിയാൽ 1 ആയിരിക്കണം. അതാണ് ഡയറക്ഷൻ കൊസൈൻ്റെ പ്രത്യേകത. അപ്പൊ പ്രോപ്പർട്ടി ഓഫ് ഡയറക്ഷൻ കൊസൈൻ എന്താ? cos സ്ക്വയർ ആൽഫ പ്ലസ് cos സ്ക്വയർ ബീറ്റ പ്ലസ് cos സ്ക്വയർ ഗാമ ഇസ് ഈക്വൽ ടു 1. ഇതും അതെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഡയറക്ഷൻ കൊസൈൻ ആണെങ്കിൽ സം ഓഫ് സ്ക്വയർസ് ഓഫ് കൊസൈൻസ് വിൽ ബി ഓൾവേസ് ഈക്വൽ ടു 1. റൈറ്റ്. ഇനി നമ്മൾ ഒരു കാര്യം പറയാൻ വേണം. വാട്ട് ഈസ് എ പൊസിഷൻ വെക്ടർ ഓഫ് എ പോയിന്റ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എന്താണ് പൊസിഷൻ വെക്ടർ? പൊസിഷൻ വെക്ടർ പറഞ്ഞാൽ എന്താണ്? NDA ക്ലാസ്സസ് വേണം. NDA ക്ലാസ്സസ് എന്താണ്? കുറച്ചും കൂടി NDA ക്ലാസ്സസിന് എന്താണ്? ആവാം നോക്കാം. കുറേ പേര് പറയുന്നുണ്ട് അല്ലേ? സിദ്ധാർത്ഥ് ശിവകുമാർ. ഓക്കെ സിദ്ധാർത്ഥ്, നോക്കാം. NDA അത്ര വലിയ ടഫ് ഒന്നും ആയിരിക്കില്ല. മാത്സ് കുറച്ച് സിമ്പിൾ ആയിരിക്കും, കുഴപ്പമില്ല. വിൽ ഡിസ്കസ് പൊസിഷൻ വെക്ടർ. വാട്ട് ഈസ് പൊസിഷൻ വെക്ടർ ഓഫ് എ? എന്താ പൊസിഷൻ വെക്ടർ പറഞ്ഞാൽ? പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു പോയിന്റ് ഉണ്ട്. ഇപ്പൊ ഈ പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ A എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എവിടുന്നോ ഒരു പോയിന്റ് O എന്നുണ്ട്. ഇതിപ്പോ A ആണെന്ന് വെച്ചോളൂ. ദിസ് ഇസ് A. There exists a point O such that this vector is equal to A. ഇങ്ങനെയാണ് അതിന്റെ ഐഡിയ. ഈ പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ A എന്ന് പറഞ്ഞാൽ ഇതിനർത്ഥം എന്താ? ഒരു പോയിന്റ്, ഏതോ ഒരു പോയിന്റ് O എന്നുണ്ട്. Oയിൽ തുടങ്ങുന്ന വെക്ടറാണ്. Oയിൽ നിന്ന് തുടങ്ങുന്ന Aയിൽ കൂടിയാണ് ആക്ട് ചെയ്യുന്നത്. OAയുടെ വാല്യൂ A ആണെങ്കിൽ we call the PV, പൊസിഷൻ വെക്ടറിനെ PV എന്ന് പറയാം. PV of the point capital A is vector A. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം നമ്മളിപ്പം
ഈ പോയിന്റ് ഇതിപ്പോൾ പറഞ്ഞു 3, 4 ഒരു പോയിന്റ് ആണ്, 2 ഡയമെൻഷനിൽ 3, 4 ഒരു പോയിന്റ് ആണ്. അപ്പോൾ നമുക്കറിയാലോ ഈ വെക്ടർ ഈ ലെങ്ത് 4 ആയിരിക്കും, ഈ ലെങ്ത് എത്രയായിരിക്കും 3 ആയിരിക്കും. അപ്പോൾ ഈ വെക്ടർ എന്തായിരിക്കും 3 ആയി, ഈ വെക്ടർ എന്തായിരിക്കും മക്കളെ 4j ആയിരിക്കും. അപ്പം ബൈ ട്രയാങ്കിൾ ലോ ഈ വെക്ടർ എന്തായിരിക്കും 3i + 4j. അപ്പോൾ 3i + 4j എവിടുന്നാണ് തുടങ്ങുന്നത്? ഒറിജിനാണ് തുടങ്ങുന്നത്. അപ്പം 3, 4 എന്നുള്ള പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ എന്തായിരിക്കും? ഈ പോയിന്റിനെ ഈ വെക്ടർ മുഖാന്തരം റെപ്രസെന്റ് ചെയ്യണം. യു ആർ റെപ്രസെന്റിങ് ദിസ് പോയിന്റ് ഇൻ ടേംസ് ഓഫ് എ വെക്ടർ. You are representing a point in terms of a vector. But 3, 4 എന്നുള്ള പോയിന്റ് പൊസിഷൻ വെക്ടർ we can call it as 3i + 4j. അപ്പം 3, 4, 5 ആണെങ്കിലോ 3, 4, 5 ആണ്. What is the position vector of 3, 4, 5? A point in space. It will be position vector will be 3i + 4j + 5k. അപ്പം 3, 4, 5 എന്നുള്ള പോയിന്റ് പൊസിഷൻ വെക്ടർ പറയുമ്പോൾ നിങ്ങൾ എന്താ പറയേണ്ടത്? There is a point O from where the vector starts. അപ്പോൾ ആ പോയിന്റ് ഡിഫോൾട്ട് ആയിട്ട് നമ്മൾ എന്ത് വിചാരിക്കും? ഓയിൽ നിന്ന് തുടങ്ങുന്ന വെക്ടർ. അതെ അതെ, വെരി ഗുഡ്. ഓയിൽ നിന്ന് തുടങ്ങുന്ന വെക്ടർ. അപ്പം 3, 4, 5 എന്നുള്ള പോയിന്റ് ഒരു വെക്ടറാണ്, ഒരു പോയിന്റ് ആണെങ്കിൽ O എന്നുള്ള പോയിന്റ് നിന്ന് തുടങ്ങുന്ന വെക്ടർ. ഇറ്റ് ഇസ് സ്റ്റാർട്ടിങ് ഫ്രം O, ഇറ്റ് ഇസ് ആക്ടിങ് അലോങ് 3, 4, 5. അപ്പൊ സാധാരണഗതിയിൽ ഉറപ്പില്ല, അങ്ങനെ ആവണം നിർബന്ധമില്ല. സാധാരണഗതിയിൽ O വിൽ ബി ടേക്കൺ ആസ് ദ ഒറിജിൻ. 0, 0, 0 ആണ് എടുക്കുക. 0, 0, 0 ആവണമെന്നില്ല കേട്ടോ. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ സാധാരണ റെഫറൻസ് പോയിന്റ്, വി കോൾ ദാറ്റ് പോയിന്റ് O ആസ് റെഫറൻസ് പോയിന്റ്. സാധാരണ റെഫറൻസ് പോയിന്റ് നമ്മൾ ഒറിജിൻ ആണ് എടുക്കാറ്. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് വാട്ട് വി കോൾ പൊസിഷൻ വെക്ടർ ഓഫ് എ പോയിന്റ്. അപ്പോൾ ഇനി നമ്മൾ ഒരു കാര്യം പറയാണ്. A എന്നുള്ള പോയിന്റ് ഉണ്ട്, B എന്നുള്ള പോയിന്റ് ഉണ്ട്. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എയുടെ പൊസിഷൻ വെക്ടർ ആണ് വെക്ടർ A, ബിയുടെ പൊസിഷൻ വെക്ടർ ആണ് B എങ്കിൽ വാട്ട് വിൽ ബി വെക്ടർ AB? എന്താ ചെയ്യുക? ഇവിടെ എവിടെ ഒരു പോയിന്റ് O ഉണ്ട്, ഓയിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പൊ ഈ വെക്ടറാണ് B, ഈ വെക്ടറാണ് B, OB ആണ് B. ഈ വെക്ടറാണ് ഈ വെക്ടർ OA, ഇതാണ് A. അപ്പൊ what is OA plus AB? What is OA plus AB? It is OB. ട്രയാങ്കിൾ ലോ പ്രകാരം അതാണ് നിങ്ങൾക്ക് അറിയാലോ. OA plus AB is OB. എല്ലാവർക്കും അറിയാൻ ചോദിക്കണം, ട്രയാങ്കിൾ ലോ നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് OA എന്താണ്? A പ്ലസ് AB നമുക്ക് അറിയില്ല, ഇസിക്കൽ ടു B. അപ്പൊ അവിടെ നിന്ന് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിസൾട്ട് പറയും. എന്താ? AB ഈക്വൽസ് വെക്ടർ AB ഇസിക്കൽ ടു AB ഈക്വൽസ് B മൈനസ് A. എന്താ B മൈനസ് A? ഇത് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ, ഫിസിക്സിലൊക്കെ എപ്പോഴും കേൾക്കുന്നതാണ്. വെക്ടർ AB ഇസിക്കൽ ടു പൊസിഷൻ വെക്ടർ ഓഫ് B മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് A. ഇസ് ദാറ്റ് ക്ലിയർ? OB minus AB is OB minus OA. Vector AB is above vector AB is position vector of B. Terminal point in the position vector minus initial point position vector. Vector PQ will be Q minus P. Vector BC will be C minus B. Vector AC will be C minus A, and so on. End vector minus starting vector. Right? ഇത് വളരെ ഫണ്ട് ആണ് കേട്ടോ. ഇനി അത് നമുക്ക് ജനറലൈസ് ചെയ്യാം. x1 y1 z1 x2 y2 z2 രണ്ട് പോയിന്റ്സ് വെച്ചോളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിപ്പോ A ആണ്, ഇതിപ്പോ B ആണ് വിചാരിച്ചോളൂ. വാട്ട് ഈസ് വെക്ടർ AB? ഒന്ന് പറയൂ. വാട്ട് ഈസ് വെക്ടർ AB? സിമ്പിൾ അല്ലേ വെക്ടർ AB? വാട്ട് ഈസ് വെക്ടർ AB? നിങ്ങൾക്ക് പറയാലോ. A എന്നുള്ള പോയിന്റ് പൊസിഷൻ വെക്ടർ എന്തായിരിക്കും മക്കളെ? ഇറ്റ് ഈസ് x1i plus y1j plus z1k. What is position vector of this? Similarly, what is this? It is x2i plus y2j. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. plus z2k. ഞാൻ വെറുതെ എഴുതുന്നതാണ്. But what will be vector AB? This minus this, x2 minus x1i plus y2 minus y1j plus z2 minus z1k. നിങ്ങൾ എഴുതിയെന്ന് വിചാരിക്കണം. AB is x2 minus x1i. ഇവിടെ x2 minus x1 ആയിരിക്കും അല്ലേ? plus y2 minus y1j plus z2 minus z1k. നോക്കൂ, ഇത് ഉപയോഗിച്ചിട്ട് ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിക്കാം. ABS അറിയാലോ, ഡിസ്റ്റൻസ് ഫോർമുല. AB equal root of x2 minus x1 whole square plus y2 minus y1 whole square plus z2 minus z1 whole square. കണ്ടോ, ഇതിന് മാഗ്നിറ്റ്യൂഡ് തന്നെയല്ലേ? അവിടെ അതിന് മുകളിലല്ല കൂടുതൽ പിടുത്തം. എന്താ വെച്ചാൽ ഈ ABയുടെ DR എന്തായിരിക്കും മക്കളെ? DR of AB. What is DR of AB? It is ഐയുടെ കൂടെയുള്ള ആള്, ജെയുടെ കൂടെയുള്ള ആള്, പിന്നെ കെയുടെ കൂടെയുള്ള ആള്.
അപ്പം ഈ ലൈൻ്റെ ശ്രദ്ധിക്കുക, ഈ ലൈൻ്റെ മുകളിലാണല്ലോ എ ബി. അപ്പം ലൈൻ്റെ ഡി ആറും അത് തന്നെയാണ്. അപ്പോൾ ഒരു ലൈൻ 2 പോയിന്റ് കൂടി പാസ് ചെയ്യുന്നെങ്കിൽ ഹൗ ടു ഫൈൻഡ് ദ ഡി ആർ? 2 - x1 y2 - y1 z2 - n പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ സബ്ട്രാക്ട് ചെയ്യുക. റൈറ്റ്? വെരി ഗുഡ്. അപ്പോൾ ഇത് ഓർക്കണേ. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? വാട്ട് ഈസ് വെക്ടർ എ ബി പഠിച്ചു. പിന്നെ ഹൗ ടു ഫൈൻഡ് ദ dr of a line passing through 2 points. How to find dr of the line passing through 2 points? What is that? x2 - x1 y2 - y1 z2 - ഇത് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ചോദിക്കുക ഇങ്ങനെ ചോദിക്കാം. വെറുതെ ഒരു വര വരും, എന്നിട്ട് ഇവിടെ ഒരു പോയിന്റ് വരും 1 2 3, ഇവിടെ ഒരു പോയിന്റ് വരും 5 6 7 അല്ലെങ്കിൽ 5 7 8 എന്നിങ്ങനെ ആവട്ടെ 5 7 8. അപ്പോൾ വാട്ട് ഈസ് dr of this line? What is dr of this line? dr is equal to എന്താ? What is dr of this line? വേഗം പറയൂ. വെക്ടർ എന്ന് പറയണ്ട, ചാടിയാൽ മതി. What is that? How will you jump? 5 - 1, 7 - 2, 8 - 3. Is this clear? ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. വെരി ഗുഡ്. ദിസ് ഇസ് dr. ഇവിടെ നിങ്ങളോട് ഡി സി എന്താന്ന് ചോദിച്ചു വിചാരിക്കാം. വാട്ട് ഇസ് ഡി സി ചോദിച്ചു വിചാരിക്കാം. ഡി ആർ എന്താന്ന് ചോദിച്ചാൽ വാട്ട് ഇസ് ഡി സി ചോദിച്ചു ചോദിക്കാം. ഡി സി ചോദിച്ചാൽ നിങ്ങൾ എന്താ അറിയോ? ഈ ഡി ആർ എന്ന് എഴുതാം, 4 5 5 എന്ന് എഴുതാം. എന്നിട്ട് അതിൻ്റെ താഴെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എഴുതാം. മനസ്സിലായോ? ഇതിൻ്റെ താഴെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡിൽ നമ്മൾ കുറച്ച് എഴുതാം, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എഴുതാം. ഈ ലെങ്ത് ഈ സെഗ്മെന്റ് മാഗ്നിറ്റ്യൂഡ് എഴുതിയാൽ മതി. വാട്ട് ഇസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദിസ് വെക്ടർ ഒന്ന് പറയൂ. ഡി സി. വാട്ട് ഇസ് ഡി സി? മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? What is the magnitude? ഇതിപ്പോൾ എ ബി ആണെങ്കിൽ what is magnitude? എ ബി is equal to, ഇതിപ്പോൾ എ ആണ്, ഇതിപ്പോൾ ബി ആണെങ്കിൽ what is the length of എ ബി? എ ബി is root of 5 - 1 4 16 plus 7 - 2 5 25 plus 8 - 3 5 25. ഇതാണ് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ്. Is that clear? Very good. Root 66. Very good. Root 66. ഇത് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ഇത് എങ്ങനെ ചോദിക്കുക വെച്ചാൽ 2 പോയിന്റ് വരും. വാട്ട് ഇസ് ദ ഡി ആർ, വാട്ട് ഇസ് ദ ഡി സി. പിന്നെ അതിൽ കൂടുതൽ കാര്യം എന്താ ചെയ്യാച്ചാൽ ഇത് ആക്ച്വലി എന്താ മക്കളെ? ഈ സാധനം എന്താ? 4 by this thing. ഇതെന്തായിരിക്കും ആക്ച്വലി? ഇത് ആക്ച്വലി കോസ് ആൽഫയാണ്. റൈറ്റ്? ഇതെന്താണ്? കോസ് ബീറ്റയാണ്. ഇതെന്താണ്? കോസ് ഗാമയാണ്. അപ്പോൾ ചോദിക്കാം, ഈ ലൈൻ എ ബി എന്നുള്ള ലൈൻ എക്സ് ആക്സിസ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്താണ്? വാട്ട് ഇസ് ദ ആൻസർ? ഈ ലൈൻ 3 ചോദ്യം എന്താണ്? ഈ ലൈനിന്റെ ഡി ആർ എന്താണ്? ഈ ലൈനിന്റെ ഡി സി എന്താണ്? ഈ ലൈൻ എക്സ് ആക്സിസ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്താണ്? വാട്ട് ഇസ് ആംഗിൾ? കോസ് ആൽഫയാണ് ഇത്. വാട്ട് ഇസ് ആൽഫ? കോസ് ഇൻവേഴ്സ് 4/√66 അല്ലേ? ഇത് വൈ ആക്സ് ആയിട്ട് ആംഗിൾ കോസ് ഇൻവേഴ്സ് 5/√66 ആൻഡ് സോ ഓൺ. അപ്പം ഒരു 2 പോയിന്റ് വന്നിട്ട് ആ പോയിന്റ് കൂടി പാസ് ചെയ്യുന്ന ലൈൻ തന്നാൽ ആ ലൈനിന്റെ ഡി ആർ കാണാം, ഡി സി കാണാം, അത് എക്സ് ആക്സിസ് ആയിട്ടും വൈ ആക്സ് ആയിട്ടും സെഡ് ആക്സ് ആയിട്ടും ഉണ്ടാക്കുന്ന ആംഗിൾ കാണാം ഇൻ ടേംസ് ഓഫ് കോസ്. ഇസ് ദാറ്റ് ക്ലിയർ? കോസ് ഇൻവേഴ്സ്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ ദാറ്റ് ഈസ് ഐഡിയ. അപ്പോൾ അത് ശ്രദ്ധിക്കാം. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. വിൽ ഡിസ്കസ് സം ക്വസ്റ്റ്യൻസ്. A is equal to this and B is equal to this. Find unit vector parallel to A plus B. ഒന്ന് ചെയ്യാൻ നോക്കൂ, ട്രൈ ചെയ്യൂ. Please do it. What is A plus B equals? Simple ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ചെയ്യൂ. A plus B is equal to രണ്ടും കൂടി കൂട്ടാം. I plus J minus 5K. I minus 4J plus 3K. I plus I 2I. I minus this minus 3J. minus 5K minus 2K. ശരിയല്ലേ? That is A plus B. ചോദ്യം എന്താ? Find the unit vector parallel to A plus B. ഒരു വെക്ടറിനെ യൂണിറ്റ് വെക്ടർ ആക്കാൻ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. If A is a vector, what is A cap? It is A by mod A. ഒരു വെക്ടറിനെ അതിന്റെ യൂണിറ്റ് വെക്ടർ ആക്കാൻ എന്ത് ചെയ്താൽ മതി? അതിന്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ. What is the unit vector? The unit vector parallel to A plus B is equal to, what you can say, it is 2I minus 3J minus 2K divided by അതിന്റെ മാഗ്നിറ്റ്യൂഡ്. എത്രയാണ് മാഗ്നിറ്റ്യൂഡ്? 4 9 4. അപ്പോൾ വാട്ട് ഇസ് ദ ആൻസർ? എത്ര ആൻസർ കിട്ടാം മക്കളെ? It is 2I minus 3J
minus 2k divided by 4 8 17. Okay അല്ലേ? റൂട്ട് 17. ക്ലിയർ? ഓക്കെ, പിന്നെ എന്താ പറഞ്ഞ റൈറ്റ് ദ വെക്ടർ ഓഫ് മാഗ്നിറ്റ്യൂഡ് 15 യൂണിറ്റ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് I minus 2j plus 2k. അതെങ്ങനെ ചെയ്യാം? I minus 2j. അടുത്ത ചോദ്യം, അതിന് സബ് ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താ സബ് ക്വസ്റ്റ്യൻ? ഫൈൻഡ് ദ വെക്ടർ ഓഫ് മാഗ്നിറ്റ്യൂഡ് 15 യൂണിറ്റ്സ്. അപ്പൊ ഞാൻ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തു വിചാരിക്കണം, ഞാൻ വായിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. ഇനി the second question, find the vector of magnitude 15 units. ഇതിന്റെ കൺസെപ്റ്റ് എന്താ ഒന്ന് പറയാം. Write a vector of magnitude 15 units in the direction of the vector I minus 2j plus 2k. ഇത് കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. അതെ, ആദ്യം അതെ I minus 2j plus 2k നെ യൂണിറ്റ് വെക്ടർ ആക്കാം. Make this as a unit vector. യൂണിറ്റ് വെക്ടർ ആക്കാം. യൂണിറ്റ് വെക്ടർ ആക്കണേ എന്ത് ചെയ്യണം? റൂട്ട് ഓഫ് വാട്ട് ഇസ് എ വെക്ടർ? റൂട്ട് ഓഫ് 1 plus 4 plus 4. അത് യൂണിറ്റ് വെക്ടർ ആയി. അതിനെ 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. യൂണിറ്റ് വെക്ടർ ആക്കുക, എന്നിട്ട് എന്താണോ മാഗ്നിറ്റ്യൂഡ് കിട്ടേണ്ടത് അതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 15 മാഗ്നിറ്റ്യൂഡ് ഇട്ടുണ്ട്. ഇപ്പോൾ 20 മാഗ്നിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 30 മാഗ്നിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അത്രയേ ഉള്ളൂ. അപ്പം ജനറലി എന്താ ചെയ്യേണ്ടത്? ആ തന്ന വെക്ടറിനെ യൂണിറ്റ് വെക്ടർ ആക്കുക, എന്നെ മാഗ്നിറ്റ്യൂഡിന് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് എന്തോ മാഗ്നിറ്റ്യൂഡ് ആണോ കിട്ടേണ്ടത് അതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അത്രയേ ഉള്ളൂ, സിമ്പിൾ. അപ്പോൾ വാട്ട്സ് ആൻസർ? 15 by ഇത് 3 അല്ലേ? 15 by 3 into I minus 2j plus 2k. ഇത് വേണേൽ വെട്ടാം. ദിസ് 5. ആൻസർ ഇസ് 5 into I minus 2j plus 2k. ഇറ്റ്സ് വെരി സിമ്പിൾ, ഐ തിങ്ക്. റൈറ്റ്, വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ഈസ് ഡോട്ട് പ്രോഡക്റ്റ്? രണ്ട് വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രോഡക്റ്റ് എല്ലാവർക്കും അറിയാം. മോഡ് എ മോഡ് ബി കോസ് തീറ്റ. ഇത് എന്തിനൊക്കെ ഉപയോഗിക്കാം? 2-3 കാര്യങ്ങൾ പറയാം. ഇപ്പൊ രണ്ട് വെക്ടേഴ്സ് ഇപ്പൊ ഇങ്ങനെയാണെങ്കിൽ ഇതെന്താ? പാരലൽ. ലൈക്ക് ആംഗിൾ എന്താ? ലൈക്ക് വെക്ടർ ആണെങ്കിൽ വാട്ട് ഇസ് ആംഗിൾ? ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. രണ്ട് വെക്ടറിന് ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ എപ്പോഴാണ് കൊല്ലീനിയർ ആവുക? ഒരേ ഡയറക്ഷൻ ആണെങ്കിലും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിലും കൊല്ലീനിയർ ആണ്. ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ വാട്ട് ഇസ് ആംഗിൾ? If two vectors are having same direction, what is the angle between them? 0. Very good. Angle is 0. Theta is 0. Opposite direction ആണെങ്കിലോ? Very good. Opposite direction ആണെങ്കിലോ theta പറയുന്നത് 180 degrees ആണ് അല്ലേ? It will be pi. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ചിലപ്പം വൺ വേർഡ് ആയിട്ട് ചോദിക്കും. 0 180. വെരി ഗുഡ്, 180. അപ്പം എ ഡോട്ട് ബി, ഇപ്പൊ എയും ബിയും ലൈക്ക് ആയാൽ അല്ലെങ്കിൽ എയും ബിയും അൺലൈക്ക് ആയാൽ, എയും ബിയും കൊളീനിയർ ആയാൽ അല്ലെങ്കിൽ എയും ബിയും പാരലൽ ആയാൽ, വാട്ട് വിൽ ബി എ ഡോട്ട് ബി ഈക്വൽസ്? എന്തായിരിക്കും? പ്ലസ് ഓർ മൈനസ് മോഡ് എ മോഡ് ബി ആയിരിക്കും. ഈസ് ദിസ് ക്ലിയർ? if A is equal to lambda b, is that clear? A is equal to lambda b ആണെങ്കിൽ A is equal to lambda b ആണ്. എയും ബിയും കൊല്ലീനിയർ ആണെങ്കിൽ പ്ലസ് ഓർ മൈനസ് മോഡ് എ മോഡ് ബി ആയിരിക്കും. എപ്പോഴാ അത് പ്ലസ് മോഡ് എ മോഡ് ബി ആവുക? തീറ്റ 0 ആകുമ്പോൾ, ലൈക്ക് ആകുമ്പോൾ, ലാംഡ പോസിറ്റീവ് ആകും. ലാംഡ പോസിറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും? പ്ലസ് മോഡ് എ മോഡ് ബി ആവും. ലാംഡ നെഗറ്റീവ് ആണെങ്കിൽ മൈനസ് മോഡ് എ മോഡ് ബി ആവും. ഇസ് ദാറ്റ് ക്ലിയർ? റൈറ്റ്. ഓക്കെ, അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. പിന്നെ ഡോട്ട് പ്രോഡക്റ്റ് കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഡോട്ട് പ്രോഡക്റ്റ് എപ്പോഴും ഒരു സ്കെയിലർ ആണ്. അങ്ങനെ കുറെ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഈ ഡോട്ട് പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കോസ് തീറ്റയുടെ വാല്യൂ കാണുക. അപ്പോൾ അതാണ് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ. ഫോർ വാട്ട് വാല്യൂ ഓഫ് ലാംഡ? നോക്കൂ, ആ ക്വസ്റ്റ്യൻ നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ വാട്ട് വാല്യൂ ഓഫ് ലാംഡ? പ്ലീസ് റീഡ് ദാറ്റ് ക്വസ്റ്റ്യൻ. Alpha, the vectors this and b ആണ് കേട്ടോ. അത് and b, this is vector b. For what value of lambda, vector a and vector b are orthogonal. What is orthogonal? Orthogonal എന്ന് പറഞ്ഞാൽ perpendicular എന്ന് അർത്ഥം. Ortho എന്ന് പറഞ്ഞാൽ മാത്സിൽ perpendicular ആണ്. Orthogonal means perpendicular, right? അപ്പോൾ എപ്പോഴാണ് അത് perpendicular ആവുക? ഡോട്ട് പ്രോഡക്റ്റ് 0 ആകുമ്പോഴാണ് വെക്ടേഴ്സ് perpendicular ആവുക. തീറ്റ കോസ് തീറ്റ 0 ആവണം. കോസ് തീറ്റ 0 ആവുമ്പോഴാണ് തീറ്റ 90 ഡിഗ്രി ആകുമ്പോൾ അല്ലേ? അപ്പോൾ ഡോട്ട് പ്രോഡക്റ്റ് 0 ആവണം. അപ്പോൾ ഇറ്റ് ഈസ് എ ഡോട്ട് ബി ഷുഡ് ബി 0 അല്ലേ?
A dot B 0 ആണ്. What is A dot B? മക്കളെ ഒന്ന് പറയൂ, A dot B എത്രയാ? A dot B is, it is 3i minus 2j plus 4k dot, പറയൂ, dot B. B എന്താ? lambda I minus 4j plus 8k. ഇതെന്താണ്? 0 ആണ്. 0 പറയുന്നത് സ്കേലർ ആട്ടോ. ഇറ്റ്സ് നോട്ട് വെക്ടർ, ഇറ്റ് ഇസ് സ്കേലർ. പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ് 0 ആണ്. ഡോട്ട് പ്രോഡക്റ്റ് 0 ആണ്. ഈ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എങ്ങനെയാണ്? അതെവിടെ ഡോട്ട് ആണ് കേട്ടോ. മൾട്ടിപ്ലിക്കേഷനിലെ ഡോട്ട് ആണ്. മൾട്ടിപ്ലിക്കേഷൻ സാധാരണ മൾട്ടിപ്ലിക്കേഷൻ ഇല്ല വെക്ടറിന്. എത്ര പ്രോഡക്ട്സ് ഉണ്ട്? 4 പ്രോഡക്ട്സ് ഉണ്ട് ഡോട്ട് പ്രോഡക്റ്റിന്. ഡോട്ട് പ്രോഡക്ട്സ് വെക്ടേഴ്സ് ക്യാൻ ബി, ശരിക്കും പറഞ്ഞാൽ വെക്ടേഴ്സ് ക്യാൻ ബി ആഡഡ്, വെക്ടേഴ്സ് ക്യാൻ ബി സബ്ട്രാക്റ്റഡ്, വെക്ടേഴ്സ് ക്യാൻ ബി മൾട്ടിപ്ലൈഡ്, വെക്ടേഴ്സ് കെ നോട്ട് ബി ഡിവൈഡഡ്. അങ്ങനെ കൺസെപ്റ്റ് ഉണ്ട്. വെക്ടേഴ്സ് മൾട്ടിപ്ലിക്കേഷനിൽ 4 തരം മൾട്ടിപ്ലിക്കേഷൻസ് ഉണ്ട്. ഡോട്ട് പ്രോഡക്റ്റ്, ക്രോസ് പ്രോഡക്റ്റ്, ബോക്സ് പ്രോഡക്റ്റ്, വെക്ടർ ട്രിപ്പിൾ പ്രോഡക്റ്റ്. നമുക്ക് ഈ അവസാനത്തെ 2 പ്രോഡക്ട്സ് നമ്മൾ സിലബസില്ല, പക്ഷേ JEE മെയിൻസിലൊക്കെ ചോദിക്കും. പക്ഷെ നമുക്ക് ഈ 2 പ്രോഡക്ട്സ് മാത്രമേ ഉള്ളൂ, ഡോട്ട് പ്രോഡക്റ്റും ക്രോസ് പ്രോഡക്റ്റും. ഡോട്ട് പ്രോഡക്റ്റ് എങ്ങനെയാണ് ചെയ്യാം? നോക്കൂ, ഇത് രണ്ടും കൂടി ഡോട്ട് ചെയ്യുമ്പോൾ നോക്കൂ 3i. നിങ്ങൾക്ക് ഡോട്ട് പ്രോഡക്റ്റിൽ ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്. വാട്ട് ഇസ് I dot I, J dot J ആൻഡ് K dot K? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതിൻ്റെ വാല്യൂ 1 ആണ്. I dot iയും J dot Jയും K dot Kയും 2 യൂണിറ്റ് വെക്ടേഴ്സ് ഡോട്ട് ചെയ്താൽ 1 ആണ് കിട്ടുക അല്ലേ? ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ വാട്ട് ഇസ് ആൻസർ? 3 ലാംഡ. ബാക്കിയൊക്കെ 0. I dot Jയും I dot K ഒക്കെ 0. അപ്പോൾ 3i dot lambda I, 3 ലാംഡ മൈനസ് 2 ദിസ്. അപ്പോൾ മൈനസ് 2 ഇൻറ്റു ദിസ് ആകുമ്പോൾ 4 2 8. ഇതാകുമ്പോൾ എന്ത് വരും? പ്ലസ് 32 ഇസ് ഈക്വൽ ടു 0. ഇസ് ദിസ് ക്ലിയർ മക്കളെ? അതൊന്ന് ലാംഡയുടെ വാല്യൂ ആണ് അല്ലേ? ഓക്കെ അല്ലേ? റൈറ്റ്, വെരി ഗുഡ്. അപ്പോൾ വാട്ട്സ് ദ വാല്യൂ ഓഫ് ലാംഡ? 3 ലാംഡ പറയുന്നത് മൈനസ് 40 ആയിരിക്കും. അപ്പോൾ ലാംഡയുടെ വാല്യൂ മൈനസ് 40/3 ആയിരിക്കും. 40/3 അല്ല, മൈനസ്, അതെ, വെരി ഗുഡ്, വെരി ഗുഡ് മക്കളെ, മൈനസ് 40/3. ഇസ് ദാറ്റ് ഓക്കെ? ഡോട്ട് പ്രോഡക്റ്റ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ലാംഡയുടെ വാല്യൂ, സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. 2 വെക്ടേഴ്സ് വരും, പെർപെൻഡിക്കുലർ ആണെങ്കിൽ ലാംഡയുടെ വാല്യൂ എന്താണ്? ഓക്കെ അല്ലേ? റൈറ്റ്. ഇനി പാരലൽ ആവണമെങ്കിൽ ലാംഡയുടെ വാല്യൂ എന്താ? അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തു കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, പാരലൽ ആവണമെങ്കിൽ ലാംഡയുടെ വാല്യൂ എന്താണ്? എന്താ ചെയ്യേണ്ടത്? പാരലൽ ആവണമെങ്കിൽ എന്താ? പാരലൽ ആണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഐഡിയ ആണ്. എപ്പോഴാണ് പാരലൽ ആവുക? ഇതാ 3i minus 2j plus 4k. ഇതാണ് ഒരു വെക്ടർ. മറ്റേ വെക്ടർ എന്താ? ലാംഡ I minus 4j plus 8k. നമ്മൾ കുറച്ചു മുമ്പേ കണ്ടതാണ്. പാരലൽ ആവണമെങ്കിൽ എന്താവണം? പാരലൽ ആവണമെങ്കിൽ വാട്ട് ഷുഡ് ബി ദ കണ്ടീഷൻ? പാരലൽ ആവണമെങ്കിൽ ഇത് രണ്ടും പാരലൽ ആവണമെങ്കിൽ എന്താ കണ്ടീഷൻ പറയൂ? എപ്പോഴാണ് ഇത് രണ്ടും പാരലൽ ആവുക? അവരുടെ ഡയറക്ഷൻ റേഷ്യോസ് പ്രപ്പോർഷണൽ ആവുമ്പം. ഇസ് ദാറ്റ് ക്ലിയർ? റൈറ്റ്. അപ്പോൾ വാട്ട് ഇസ് ദ ഡയറക്ഷൻ റേഷ്യോ ഓഫ് ദിസ്? 3 മൈനസ് 2 4 അല്ലേ? 3 മൈനസ് 2 4. റൈറ്റ്. വാട്ട് ഇസ് ദ dr ഓഫ് ദിസ്? ലാംഡ മൈനസ് 4 8. ഇത് രണ്ടും പാരലൽ ആണെങ്കിൽ ഡയറക്ഷൻ റേഷ്യോസ് പ്രപ്പോർഷണൽ ആവണം. If they are parallel, their direction ratios are proportional. അപ്പോൾ എന്ത് കിട്ടും? 3/λ is equal to minus 2/-4 is equal to 4/8. കണ്ടോ? 4/8 1/2 ആണ്, ഇതും 1/2 ആണ്. അപ്പോൾ ലാംഡയുടെ വാല്യൂ ഒന്ന് എല്ലാവരും പറയും മക്കളെ സ്പീഡിൽ. വാട്ട്സ് ദ വാല്യൂ ഓഫ് ലാംഡ? 6 is the answer. വെരി ഗുഡ്. ഇതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദിസ് ഇസ് 3/λ is equal to 1/2 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, or lambda is equal to 6. അപ്പോൾ നമ്മൾ 2 ക്വസ്റ്റ്യൻ ചെയ്തു. എന്താ? ലാംഡ മൈനസ് 40/3 ആകുമ്പം പെർപെൻഡിക്കുലർ ആവും, ലാംഡ 6 ആകുമ്പോൾ പാരലൽ ആവും. ഇറ്റ്സ് വെരി വെരി ഈസി ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് ക്രോസ് പ്രോഡക്റ്റിന്റെ ഫോർമുല നോക്കാം. എന്താ ക്രോസ് പ്രോഡക്റ്റ്? വാട്ട് ഇസ് A cross B? A cross B is mod A mod B sin theta n cap. ഇത് ശ്രദ്ധിക്കണേ, n cap. n cap. What is n cap? n cap is a unit vector perpendicular to both A and B. A നോടും B നോടും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടറാണ്. അപ്പം ഇവിടെ മോഡുലസ് എടുക്കുമ്പോൾ ഇവിടെ വെക്ടർ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ക്രോസ് പ്രോഡക്റ്റ് എപ്പോഴും ഒരു വെക്ടർ ആണെന്ന് പറയുന്നത്. ക്രോസ് പ്രോഡക്റ്റ് എപ്പോഴും ഒരു വെക്ടറാണ്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ക്രോസ് പ്രോഡക്റ്റിലെ പ്രധാനമായിട്ടുള്ള കാര്യം എന്താ? ക്രോസ് പ്രോഡക്റ്റ് ഒരിക്കലും കമ്മ്യൂട്ടേറ്റീവ് അല്ല. ക്രോസ് പ്രോഡക്റ്റ് എപ്പോഴും
വെക്ടറാണ്. എ ക്രോസ് ബിയും ബി ക്രോസ് എ ക്രോസ് ബി അങ്ങോട്ടാണെങ്കിൽ ബി ക്രോസ് എ ഇങ്ങോട്ടായിരിക്കും, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. അത് രണ്ട് കാര്യങ്ങൾ ആലോചിക്കുക, അത്രയേ ഉള്ളൂ. ഇനി ക്രോസ് പ്രോഡക്റ്റിന് ഒരു ജോമെട്രിക്കൽ മീനിങ് ഉണ്ട്, അത് പരീക്ഷയ്ക്ക് വരും. ക്രോസ് പ്രോഡക്റ്റിന്റെ ജോമെട്രിക്കൽ മീനിങ് എന്താ വെച്ചാൽ, ഇത് വെക്ടർ എയും ഇത് വെക്ടർ ബിയും ആണെങ്കിൽ മോഡുലസ് എ ക്രോസ് ബി പറയുന്നത് ഈ പാരലഗ്രത്തിന്റെ ഏരിയയാണ്. ഏരിയ ഓഫ് ദ പാരലലോഗ്രാം എന്താണ്? എയും ബിയും ഒരു പാരലഗ്രത്തിന്റെ അഡ്ജസന്റ് സൈഡ്സ് ആണെങ്കിൽ ഏരിയ ഓഫ് ദ പാരലഗ്രാം ആണ് മോഡുലസ് എ ക്രോസ് ബി. വളരെ സിമ്പിൾ ആണ്. കാരണം എന്താ, ഇവിടെ ഇതിൽ സൈൻ തീറ്റ എന്താ? വാട്ട് ഇസ് സൈൻ തീറ്റ? സൈൻ തീറ്റ ഈസ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് അല്ലേ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. അപ്പോൾ വാട്ട് ഈസ് മോഡുലസ് എ ക്രോസ് ബി? മോഡുലസ് എ ക്രോസ് ബിയുടെ വാല്യൂ നിങ്ങൾക്ക് അറിയാം. ഇറ്റ് ഇസ് മോഡ് ബി സൈൻ തീറ്റ. ഈ മോഡ് ബി സൈൻ തീറ്റ പറയുന്നത് എച്ച് ആണ്. അപ്പൊ ഇത് എച്ച് ആണ്, മോഡ് എ ഇൻറ്റു എച്ച് ആണ്. അപ്പൊ മോഡ് എ ഇൻറ്റു എച്ച് പറഞ്ഞാൽ എന്താ? ഈ ലെങ്ത് ഇൻറ്റു എച്ച്. നിങ്ങൾക്കറിയാലോ ഒരു പാരലഗ്രത്തിന്റെ ഏരിയ എന്താ? ബേസ് ഇൻറ്റു ഓൾട്ടിറ്റ്യൂഡ് ആണ്. അപ്പൊ മോഡ് എ ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാൽ ഈ പാരലഗ്രത്തിന്റെ ഏരിയ ആണ്. അപ്പൊ അതുകൊണ്ട് ഏരിയ ഓഫ് ദ പാരലഗ്രാം, എയും ബിയും അഡ്ജസന്റ് സൈഡ്സ് ഓഫ് എ പാരലഗ്രാം ആണെങ്കിൽ ഏരിയ ഓഫ് ദ പാരലഗ്രാം എന്തായിരിക്കും? മോഡുലസ് ഓഫ് എ ക്രോസ് ബി. അപ്പൊ അതിന്റെ പകുതി ആയിരിക്കും ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. അതിന്റെ പകുതി ആയിരിക്കും ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. ഇപ്പൊ എങ്ങനെയാണ്? ഇപ്പൊ ഒരു പാരലഗ്രാം ഉണ്ടെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഉണ്ടെങ്കിൽ അതിന്റെ പകുതി എടുക്കാം. ഇത് എ ആണ്, ഇത് ബി ആണെങ്കിൽ വാട്ട് ഇസ് ദ ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ? ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഇസ് ഹാഫ് മോഡുലസ് എ ക്രോസ് ബി. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളൊന്നും നിങ്ങൾ വളരെ പ്രധാനമായിട്ട് പഠിക്കണം കേട്ടോ. ഏരിയ ഓഫ് ദ പാരലഗ്രാം, എയും ബിയും രണ്ട് അഡ്ജസന്റ് സൈഡ്സ് ആണെങ്കിൽ എ ക്രോസ് ബി, മോഡ് എ ക്രോസ് ബി ഇസ് ദ ഏരിയ ഓഫ് ദ പാരലലോഗ്രാം. ഇവിടെ ആണെങ്കിലോ ഹാഫ് മോഡ് എ ക്രോസ് ബി ഇസ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. നമുക്കറിയാലോ അതിനെ ഡയഗണൽ ഇതാക്കിയിട്ടുണ്ടെങ്കിൽ രണ്ട് ട്രയാങ്കിൾ ആയിട്ട്, ഈ കോൺട്രുവന്റ് ട്രയാങ്കിൾസ് ആയിട്ട് അതിനെ ബൈഫർക്കേറ്റഡ് ആവും. അതുകൊണ്ട് ഒരു ട്രയാങ്കിളിന്റെ ഏരിയ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ? അതിന്റെ പകുതി, ഹാഫ് മോഡ് എ ക്രോസ് ബി. നമുക്ക് അത് വെച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യണം. ഓക്കെ, ഫൈൻഡ് ദ പൊസിഷൻ വെക്ടർ ഓഫ് ദ മിഡ് പോയിന്റ് ഓഫ് ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് പോയിന്റ്സ് ദിസ് ആൻഡ് ദിസ്. ഇത് സില്ലി ആയിട്ടുള്ള ചോദ്യമാണ്. ഇത് പല പ്രാവശ്യം സെക്ഷൻ ഫോമുല, നിങ്ങൾ ഈ 3 ഡയമെൻഷൻ ജോമെട്രിയിൽ ഫസ്റ്റ് ഇയറിൽ കുറച്ച് സെക്ഷൻ ഫോമുല പഠിച്ചിട്ടുണ്ട്. അത് വെക്ടറിന്റെ ടേംസിലും പറയാറുണ്ട്. അത് സിമ്പിൾ ആണ്. ഇപ്പൊ ഈ പോയിന്റ്, ഇപ്പൊ ഇതാണ് എ എന്നുള്ള പോയിന്റ്, ഇതാണ് ബി എന്നുള്ള പോയിന്റ് എങ്കിൽ ഇത് ഈ പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ 5y പ്ലസ് 3j ആണ്. ഈ പോയിന്റ് എന്താ? 3i മൈനസ് ജെ ആണ്. 3i മൈനസ് ജെ ആണ്. മിഡ് പോയിന്റിന്റെ പി വി എന്താണ് ചോദ്യം? എന്ത് ചെയ്താൽ മതി? മിഡ് പോയിന്റ് ഫോർമുല ഈസ് x1 പ്ലസ് x2 ബൈ 2 y1 പ്ലസ് y2 ബൈ 2 അല്ലേ? അപ്പൊ സിമ്പിൾ ആണ്. രണ്ടും കൂടി കൂട്ടുക. ദിസ് പ്ലസ് ദിസ് എത്രയാ? ഇറ്റ് ഇസ് 3i പ്ലസ് 5y, ഇറ്റ് ഇസ് 8i. പിന്നെ മൈനസ് ജെ പ്ലസ് 3j പ്ലസ് 2j ബൈ 2. Therefore midpoint is PV of P is എന്താ? ഇറ്റ് ഇസ് 4i പ്ലസ് j. ഇത് രണ്ട് കാര്യത്തിൽ രണ്ട് തരത്തിൽ ഈ ക്വസ്റ്റ്യൻ ചോദിക്കാം. മിഡ് പോയിന്റ് ക്വസ്റ്റ്യൻ വെക്ടർ ചോദിക്കാം. പിന്നെ 2:3 ഡിവൈഡ് ചെയ്യുമ്പോൾ ആ പോയിന്റ് എങ്ങനെയാ? 2:3 ഇന്റേർണലി ഡിവൈഡ് ചെയ്യുമ്പോൾ പോയിന്റ് എന്താ? 2:3 എക്സ്റ്റേണലി ഡിവൈഡ് ചെയ്യുമ്പോൾ പോയിന്റ് ഏതാണ്? അപ്പൊ ഇന്റേർണൽ ഡിവിഷൻ എക്സ്റ്റേണൽ ഡിവിഷൻ നിങ്ങൾ 2 ഡയമെൻഷനിൽ 3 ഡയമെൻഷൻ ജോമെട്രി, ഇൻട്രൊഡക്ഷൻ ടു 3 ഡയമെൻഷൻ ജോമെട്രി പഠിച്ചില്ലേ? ആ പോയിന്റ്സിലൊക്കെ അത് പൊസിഷൻ വെക്ടർ ആകുമ്പോൾ എന്താ ചെയ്യുക? വെറുതെ 1, 2, 3 കിട്ടുകയാണെങ്കിൽ i പ്ലസ് 2j പ്ലസ് 3k എഴുതാം, അത്രേ ഉള്ളൂ. അപ്പൊ എന്തൊക്കെയാണോ നിങ്ങൾ ഇൻട്രൊഡക്ഷൻ ടു 3Dയിലെ സെക്ഷൻ ഫോമുലയിൽ പഠിച്ചിട്ടുള്ളത് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു പൊസിഷൻ വെക്ടറിന്റെ ടേംസിൽ ഒന്ന് പഠിച്ചു പോവാം. അതൊരു ചോദ്യം, ഒരു മാർക്കിന്റെ 2 മാർക്കിന്റെ ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. റൈറ്റ്. പിന്നെ പറയാൻ പോകുന്നത് ഇതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആംഗിൾ ബിറ്റ്വീൻ 2 വെക്ടേഴ്സ് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. 2 വെക്ടേഴ്സ് തരും. ഹൗ വിൽ ഫൈൻഡ് ആംഗിൾ ബിറ്റ്വീൻ 2 വെക്ടേഴ്സ്? ഇങ്ങനെ നിങ്ങൾ ആംഗിൾ ബിറ്റ്വീൻ 2 വെക്ടേഴ്സ് കാണുക. ഇതാണ് ഫോർമുല. cos θ ഈക്വൽസ് എന്താണ് ഫോർമുല? എല്ലാവരും പറയൂ. വാട്ട് ഇസ് ദ ഫോർമുല? a dot b is mod a mod b cos θ. അപ്പൊ cos θ എന്തായിരിക്കും? it is a dot b by mod a mod b. സിമ്പിൾ അല്ലേ? a dot b by mod a mod b. അപ്പൊ cos θ യുടെ വാല്യൂ കാണാം. it is cos θ equals a എന്താ? it is i minus 2j plus 3k dot b എന്താ? 3i minus 2j plus k divided by അതിന്റെ മാഗ്നിറ്റ്യൂഡ്. എന്റെ മാഗ്നിറ്റ്യൂഡ് എന്താ? ഇവിടെ മോഡുലസ് ഇടരുത് കേട്ടോ. മോഡുലസ് ഇടരുത്, അങ്ങനെ തന്നെ എഴുതാൻ പാടുള്ളൂ. it is root of 1 plus 4 plus 9 into root of 9 plus 4 plus 1. ഇപ്പൊ സിംപ്ലിഫൈ ചെയ്യാം. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് cos θ ഈക്വൽസ് എന്താ കിട്ടുക? മക്കളെ ഒന്ന് വേഗം ചെയ്യൂ. ഇത് എത്രയാ? 9, 14. ഇവിടെ 14 ഉണ്ടാവും അല്ലേ?
ഇവിടെ എന്താ കിട്ടുക? I dot 3 എത്ര കിട്ടുക? 3 plus a 4 7 7 plus 3 10 അല്ലേ? 10/14 വേണമെങ്കിൽ 5/7 എഴുതാം. Or theta equals cos inverse 5/7. ഇത് ഞാൻ ഫാസ്റ്റ് ആയിട്ട് പോയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അത് ചോദിക്കാറുണ്ട്, 1 മാർക്ക് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. 2 പോയിന്റ്സ് വരും, 2 വെക്ടേഴ്സ് വരും, അത് തമ്മിലുള്ള ആംഗിൾ എങ്ങനെ കാണാം. ഓക്കെ, ആംഗിൾ ഈസ് എപ്പോഴും ഈ ഫോമിൽ വരും. ആംഗിൾ ബിറ്റ്വീൻ 2 വെക്ടേഴ്സ് വെച്ചാൽ എപ്പോഴും cos theta equals a dot b by mod a mod b ചോദിക്കാം. cos inverse 5/7. ഓക്കെ, അടുത്തത് find a projection of the vector this on this. ഇത് ഡോട്ട് പ്രോഡക്റ്റിന്റെ ജോമെട്രിക്കൽ മീനിങ് ആണ്. ഡോട്ട് പ്രോഡക്റ്റിന്റെ ജോമെട്രിക്കൽ മീനിങ് ആണ്. ഇത് പക്ഷേ സാധ്യതയുണ്ട്, ഇക്കൊല്ലം ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇത് എ, ഇത് വെക്ടർ ബി ആണെങ്കിൽ ഇതിനെയാണ് നമ്മൾ ഇതിപ്പോ ഒ ആണ്, ഇത് എ ആണ്, ഇതിപ്പോ ബി ആണെങ്കിൽ, ഇത് എൻ ആണെങ്കിൽ വി കോൾ ഒ എൻ ആസ് ഒ എൻ. കേട്ടോ, ഈ ബി എന്നുള്ള വെക്ടറിന് എയുടെ മുകളിൽ ഉണ്ടാക്കുന്ന നിഴല് we call that as projection of vector b on vector a. It is projection of vector b on vector a. ഇതിനൊരു ഫോർമുല ഉണ്ട്, എല്ലാവർക്കും അറിയാം മക്കളെ. ഈ ഫോർമുല പ്രൊജക്ഷൻ ഓഫ് വെക്ടർ ബി ഓൺ വെക്ടർ എ, അത് നിങ്ങൾ NCERT ബുക്ക് വെച്ച് പഠിക്കണം. ഒന്നുമില്ല, cos theta, ഈ ആംഗിൾ തീറ്റയാണ്. cos theta is adjacent side by hypotenuse വെച്ചിട്ട് ആ ഫോർമുല പെട്ടെന്ന് ഡിറൈവ് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ ഈ ഫോർമുല പെട്ടെന്ന് പറയാണ്. It is a dot b by mod a. എന്താണ്? ബി എയുടെ മുകളിൽ ഉണ്ടാക്കുന്ന പ്രൊജക്ഷൻ എ ഡോട്ട് ബി ബൈ മോഡ് എ. എന്തിന്റെ മുകളിലാണോ പ്രൊജക്ട് ചെയ്യുന്നത് അതിന്റെ മോഡുലസ് താഴെ, ന്യൂമറേറ്ററിലെ ഡോട്ട് പ്രോഡക്റ്റ്. അപ്പോൾ ദാറ്റ് ഈസ് വാട്ട് വി കോൾ പ്രൊജക്ഷൻ ഓഫ് വെക്ടർ ബി ഓൺ വെക്ടർ എ. അപ്പോൾ എന്തായിരിക്കും ആൻസർ? ഇറ്റ് ഈസ് ഇതിന് മുകളിലല്ലേ, ഓൺ ദിസ്, പ്രൊജക്ഷൻ ഓഫ് വെക്ടർ ഓൺ ദിസ്. അപ്പോൾ ഇതാണ് ഇതിന്റെ മോഡുലസ് ആണ് താഴെ. അപ്പോൾ ഇതാണ് നമ്മളെ എ, ഇതാണ് നമ്മളെ ബി. എന്തിന്റെ മുകളിലാണോ പ്രൊജക്ട് ചെയ്യുന്നത് അതിന്റെ മോഡുലസ് ആണ് താഴെ. എന്തിന്റെ മുകളിലാണോ പ്രൊജക്ട് ചെയ്യുന്നത് അതിന്റെ മോഡുലസ് താഴെ. ന്യൂമറേറ്ററിലെ ഡോട്ട് പ്രോഡക്റ്റ്. പ്രൊജക്ഷൻ ഓഫ് എ വെക്ടർ ഓൺ അനദർ വെക്ടർ ഇസ് dot product of the two divided by magnitude of the vector on which the projection is happening. Is that clear? A dot b by a, b on a ആണെങ്കിൽ a dot b by mod a. A on b ആണെങ്കിലോ a dot b by mod b. Is that clear? Right. About what is the answer? A dot b. It is I plus 3j plus 7k dot 7i minus j plus 8k divided by, ഞാൻ ഇതിന്റെ ഡെറിവേഷൻ പറഞ്ഞിട്ടില്ല കേട്ടോ, ഡെറിവേഷൻ പറയാത്തത് 49 plus 1 plus 64. അപ്പോൾ എന്താ ആൻസർ വരാം? വാട്ട്സ് ആൻസർ? അത് പ്ലസ് ആണെങ്കിലും മൈനസ് ആണെങ്കിലും എന്താണോ അതുകൊണ്ട് എഴുതുക. ക്യാൻ ബി പ്ലസ്, ക്യാൻ ബി മൈനസ്. ഓക്കെ, എത്ര കിട്ടുക? 7 മൈനസ് 3 പ്ലസ് 56 ഡിവൈഡഡ് ബൈ 50 64. 50 64 എത്രയാ? 50 64 എത്രയാ? 114, റൂട്ട് 114. അപ്പം എന്താ ആൻസർ വരിക? 4 60/114 അല്ലേ? 60/√114. ഇതാണ് പ്രൊജക്ഷൻ ഓഫ് വെക്ടർ I plus 3j plus 7k on this. ഈ ഫോർമുല കാണാതെ പിടിക്കാം. Projection of vector b on vector a is a dot b by mod a. Is that clear മക്കളെ? Right. 60/√14. ഇത് സ്ഥിരം ചോദിക്കുന്നതാണ്, പഠിക്കണം കേട്ടോ. പ്രൊജക്ഷൻ ഇതിൽ 2-3 കാര്യമുണ്ട്. പ്രൊജക്ഷൻ ഓഫ് എ വെക്ടർ ഓൺ അനദർ വെക്ടർ ഇസ് ഡോട്ട് പ്രോഡക്റ്റ് മുകളിൽ എന്തിന്റെ മുകളിലാണോ പ്രൊജക്ട് ചെയ്യുന്നത് അതിന്റെ മുകളിൽ താഴെ. ഓക്കെ, റൈറ്റ്. ഓക്കെ അല്ലേ? ഇനി പ്രധാനമായിട്ട് ഒരു കാര്യമുണ്ട്. 3 പോയിന്റ്സ് വരും, അത് കൊളീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറയും. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, എപ്പോഴും ചോദിക്കുന്നതാണ്. 3 പോയിന്റ്സ് ആണ്. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇത് എ ആണ്, ഇത് ബി ആണ്, ഇത് സി ആണ്. 3 പോയിന്റ്സ് ആണ്. എപ്പോഴാ കൊളീനിയർ പറയാ? ഇത് ജോമെട്രി ആയിട്ടോ, നത്തിങ് ടു ഡു വിത്ത് വെക്ടേഴ്സ്. പക്ഷെ വെക്ടറിന്റെ ടേംസിലാണ് പറയാ. റൈറ്റ്. 3 പോയിന്റ്സ് കൊളീനിയർ ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഹൗ ടു പ്രൂവ് ദാറ്റ് 3 points are collinear? സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചോളൂ. 2 മിനിറ്റ് കൊണ്ട് 3 മാർക്ക് കിട്ടും, ഉറപ്പായിട്ടും 3 മാർക്ക് കിട്ടും. ശ്രദ്ധിക്കുക, 3 പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഷോ ദാറ്റ് ദ പോയിന്റ്സ് ആർ കൊളീനിയർ. എന്താ ചെയ്യാ? നിങ്ങൾ എ ബി എന്നുള്ള വെക്ടർ കാണാം, അല്ലെങ്കിൽ എ ബിയുടെ ഡി ആർ കാണാം, ബി സിയുടെ ഡി ആർ കാണാം. ഓക്കെ,
അപ്പോൾ എ ബി എന്നുള്ള വെക്ടർ പറയണ്ട, എ ബിയുടെ ഡി ആർ കാണാം നമുക്ക്. ഓക്കെ, വാട്ട് ഈസ് എ എന്നുള്ള പോയിന്റ് എന്താ മക്കളെ? എ എന്നുള്ള പോയിന്റ് 1, 2, 7 ആണ്. ബി എന്നുള്ള പോയിന്റ് എത്രയാ? 2, 6, 3 ആണ്. സി എന്നുള്ള പോയിന്റ് എന്താ? 3, 10, -1 ആണ്. എപ്പോഴാണ് 3 പോയിന്റ്സ് കൊല്ലീനിയർ ആവുക അറിയോ? ദൈവമേ, കണ്ണടിച്ചു പോയി മക്കളെ. ഇത് വളരെ പ്രധാനമായിട്ടുള്ള ചോദ്യമാണ്, അതുകൊണ്ട് പ്രധാനമായിട്ടുള്ള ചോദ്യമാണ്, ശ്രദ്ധിക്കുക. 2 മിനിറ്റ് കൊണ്ട് ശരിക്കൊന്ന് കണ്ണടിച്ച് പോയിക്കോട്ടെ, ശ്രദ്ധിക്കൂ. പെട്ടെന്ന് കിട്ടും ഈ ക്വസ്റ്റ്യൻ. 3 പോയിന്റ്സ് തരും, അത് കൊല്ലീനിയർ ആണോ എന്ന് ചെക്ക് ചെയ്യുക എങ്ങനെയാണ്? ഹൗ ടു ചെക്ക് വെദർ 3 പോയിന്റ്സ് ആർ കൊല്ലീനിയർ ഓർ നോട്ട്? റൈറ്റ്, എ ബി സി 3 പോയിന്റ്സ് ആർ കൊല്ലീനിയർ ഓർ നോട്ട്. നോക്കൂ, എ ബിയുടെ ഡി ആർ ആണ്. വാട്ട് ഈസ് ഡി ആർ ഓഫ് എ ബി? വാട്ട് ഈസ് ഡി ആർ ഓഫ് എ ബി? എ ബിയുടെ ഡി ആർ എന്ന് പറയൂ. നോക്കൂ, എ ബി എന്നുള്ള വെക്ടറും ബി സി എന്നുള്ള വെക്ടറും പാരലൽ ആയാൽ ഈ 3 പോയിന്റ്സ് കൊല്ലീനിയർ ആയിരിക്കും. ഇസ് ദാറ്റ് ക്ലിയർ? എ ബി എന്നുള്ള വെക്ടറും ബി സി എന്നുള്ള വെക്ടറും പാരലൽ ആയാൽ ഈ 3 പോയിന്റ്സ് കൊല്ലീനിയർ ആയിരിക്കും. അതാണ് അതിലെ കൺസെപ്റ്റ്. കാരണം എ ബി ബി സി, ഒന്ന് എ എന്ന് തുടങ്ങി ബിയിൽ കൂടിയാണ്, മറ്റേ ബി എന്ന് തുടങ്ങി സിയിൽ കൂടിയാണ്. അപ്പോൾ എ ബി എന്നുള്ള വെക്ടറും ബി സി എന്നുള്ള വെക്ടറും പാരലൽ ആയാൽ ഈ 3 പോയിന്റ്സ് കൊല്ലീനിയർ ആയിരിക്കും. അപ്പോൾ എ ബിയുടെ ഡി ആർ എന്താ മക്കളെ പറയൂ? 2 - 1, 6 - 2, 3 - 7. ഇത് ഓക്കെ അല്ലേ? എ ബിയുടെ ഡി ആർ എഴുതിയത് മനസ്സിലായോ എല്ലാവർക്കും? എ ബിയുടെ ഡി ആർ എഴുതിയത് മനസ്സിലായോ? This minus this, this minus this, this minus this. Okay അല്ലേ? Right. ഇനി what is dr of BC? BCയുടെ dr എന്ന് പറയൂ. This minus this. നോക്കൂ, this minus this, this minus this. കണ്ടോ? ഡയറക്ഷൻ റേഷ്യോസ് സെയിം അല്ലേ? ഡയറക്ഷൻ റേഷ്യോസ് പ്രൊപ്പോർഷണൽ അല്ലേ മക്കളെ? Yes. Above, therefore, DRs are proportional. Therefore, A, B, C are collinear. ഇത് സ്ഥിരം ചോദിക്കുന്നതാണ്, വളരെ സിമ്പിൾ ആണ്. എന്ത് ചെയ്താൽ മതി? എ ബിയുടെ ഡി ആർ ആണ്, ബി സിയുടെ ഡി ആർ ആണ്. എ ബിയുടെ ഡി ആറും ബി സിയുടെ ഡി ആറും ബി സിയുടെ ഡി ആറും പ്രൊപ്പോർഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യാം. എ ബിയുടെ ഡി ആറും ബി സിയുടെ ഡി ആറും പ്രൊപ്പോർഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യാം. It is enough that we prove they are collinear. Okay. ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. We'll stop with that. നോക്കൂ, 3 vertices of a triangle are 3 vertices വന്നിട്ടുണ്ട്. ഇത് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എ ഒരു പോയിന്റ് ഉണ്ട്, ഞാൻ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്, ഇത് നിങ്ങൾ ചെയ്താൽ മതി. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. നോക്കൂ, എ എന്നുള്ള പോയിന്റ് വന്നിട്ടുണ്ട്. വാട്ട് ഈസ് എ? 0, 1, -1, -2. ബി എന്നുള്ള പോയിന്റ് ഉണ്ട്. എന്താ പോയിന്റ്? 3, 1, 4. സി എന്നുള്ള പോയിന്റ് വന്നിട്ടുണ്ട്. 5, 7, 1. എന്തൊക്കെ ചോദിക്കും? ഷോ ദാറ്റ് ഇറ്റ് ഈസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ പല രീതിയിൽ പ്രൂവ് ചെയ്യാം. പൈത്തഗോറസ് തിയറം പ്രൂവ് ചെയ്താൽ മതി. പക്ഷെ ഇവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അറിയോ? എല്ലാറ്റിനും ഡി ആർ കാണാം, എല്ലാ ലൈനിന്റെയും ഡി ആർ കാണാം. എ ബിയുടെ ഡി ആർ എന്ന് പറയൂ. വാട്ട് ഈസ് ഡി ആർ ഓഫ് എ ബി? വെക്ടർ എ ബി എടുത്തോളൂ. വെക്ടർ എ ബി, this minus this, this minus this, this minus this, right? എ ബിയുടെ ഡി ആർ എഴുതിയാൽ മനസ്സിലായോ മക്കളെ? this minus this, 3 - 0, 1 - -1, 2, 4 - -2, 6. ഓക്കെ അല്ലേ? ഇനി ഞാൻ ഇതിൻ്റെ എ സിയുടെ ഡി ആർ ആണ്. വാട്ട് ഈസ് വെക്ടർ എ സി? എ സിയുടെ ഡി ആർ പറയൂ. എ സിയുടെ ആണ് 5 - 0, 5, 7 - -1, 8, 1 - -2, 3. ഇനി ബി സിയുടെ ഡി ആർ 5 - 3, 7 - 1, 1 - 4. ഈ 3 ഡി ആർ എഴുതിയാൽ മനസ്സിലായോ എല്ലാവർക്കും?
ഓക്കെ, എ ബിയുടെ ഡി ആർ കണ്ടോ? മനസ്സിലായി? എ ബിയുടെ ഡി ആർ ഓക്കെ ആണ് മക്കളെ? എ ബിയുടെ ഡി ആർ എല്ലാവർക്കും മനസ്സിലായോ? എ ബിയുടെ ഡി ആർ, എ ബി, എ സി, ബി സി. നോക്കൂ, ഇതിൽ ഏതൊക്കെ ഡോട്ട് ചെയ്താലാണ് 0 കിട്ടാൻ നോക്കാം. ഏതൊക്കെ ഡോട്ട് ചെയ്താലാണ് 0 കിട്ടാൻ നോക്കാം. നോക്കൂ, 6, 12, 18. നോക്കൂ, ഇത് രണ്ടും കൂടി ഡോട്ട് ചെയ്താൽ 0 കിട്ടില്ലേ മക്കളെ? 6, 12, 18. 6ഉം 12ഉം 18 അല്ലേ? -18 0 അല്ലേ? അതായത് എ ബിയും ബി സിയും കൂടി ഡോട്ട് ചെയ്താൽ 0 കിട്ടില്ലേ? എ ബിയും ബി സിയും കൂടി ഡോട്ട് ചെയ്താൽ 0 കിട്ടില്ലേ? അതിൻ്റെ അർത്ഥം എന്താ? ദ ട്രയാങ്കിൾ ഇസ് റൈറ്റ് ആംഗിൾഡ്. ഇസ് ദാറ്റ് ക്ലിയർ? വളരെ സിമ്പിൾ അല്ലേ ഐഡിയ? ഓക്കെ, അതൊരു ചോദ്യമാണ്. ഓൾസോ ഫൈൻഡ് അതർ 2 ആംഗിൾസ്. അപ്പൊ ഇവിടെ ഏത് ആംഗിളാണ്? ബി ആണ് 90 ഡിഗ്രീസ്. ബി ആണ് 90 ഡിഗ്രീസ്. അപ്പൊ ആ ചോദ്യം കഴിഞ്ഞു. ഒരു മിനിറ്റ് കൂടി, ഒറ്റ മിനിറ്റ് കൂടി. ഈ ആംഗിൾ കാണുന്ന ചോദ്യം, വാട്ട് ഈസ് ആംഗിൾ എ? ആംഗിൾ എ കാണണമെങ്കിൽ, സ്ഥിരം ചോദിക്കുന്നതാണെങ്കിൽ ശ്രദ്ധിക്കണം, ആംഗിൾ എ കാണണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യണം? കോസ് എ. ശ്രദ്ധിക്കണം, ആംഗിൾ എ ചോദിച്ചാൽ എന്താ? ആംഗിൾ ബി, ഇതിപ്പോ ചിത്രം വരച്ച മര്യാദയല്ല, ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. ഫൈൻഡ് അതർ ആംഗിൾസ് ചോദിച്ചാൽ എയും കാണണം, സിയും കാണണം. എ കണ്ടാൽ സി കാണാം, നമുക്ക് 90 മൈനസ് ചെയ്താൽ മതി. എങ്ങനെ എ കാണാം? എയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന 2 വെക്ടർ എടുക്കാം. അപ്പോൾ വാട്ട് ഈസ് കോസ് എ? എന്താ ഫോർമുല? കോസ് തീറ്റ ഈസ് എ ഡോട്ട് ബി ബൈ മോഡ് എ മോഡ് ബി ആണ്. അപ്പൊ അതിൽ എയിൽ നിന്ന് തുടങ്ങുന്ന 2 വെക്ടർ ആയിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആംഗിൾ എ കാണണമെങ്കിൽ എയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന 2 വെക്ടർ എടുക്കാം. അതിനെ ഞാൻ ഇങ്ങനെ വെക്ടർ എടുത്തത്, എ ബിയും എ സിയും. അപ്പോൾ വാട്ട് ഈസ് കോസ് എ? കോസ് എ ഈസ് എ ബി ഡോട്ട് ബി എ സി ഡിവൈഡഡ് ബൈ മോഡ് എ ബി ഇൻറ്റു മോഡ് എ സി. ശ്രദ്ധിക്കണേ. അപ്പൊ എ ബി അറിയാം. വാട്ട് ഈസ് എ ബി? 3i + 2j + 6k. വാട്ട് ഈസ് എ സി? 5i + 8j + 3k. അതൊന്ന് കോസ് എയുടെ വാല്യൂ ആണ്. ഇത് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഇതിൽ പ്രധാനമായിട്ടും ഈ ട്രയാങ്കിളിന്റെ ഏരിയ ചോദിക്കും. അതായത് ഈ 2 വെക്ടേഴ്സോട് ക്രോസ് ചെയ്യുക, എന്നിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ 3 ചോദ്യങ്ങളാണ് ചോദിക്കുക. എന്തൊക്കെയാ ചോദിക്കുക? ഷോ ദാറ്റ് ദ ട്രയാങ്കിൾ ഇസ് റൈറ്റ് ആംഗിൾ, ഫൈൻഡ് അതർ 2 ആംഗിൾസ്, എയോ ബിയോ സിയോ ഏതെങ്കിലും ആംഗിൾ കാണാൻ ചോദിക്കും. പിന്നെ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ചോദിക്കും. ഓക്കെ, റൈറ്റ്. അപ്പം ഈ ചോദ്യം ഞാൻ എന്താണ് ചെയ്യുന്നില്ല, ബിക്കോസ് ഐ ഹാവ് ടു സ്റ്റോപ്പ് അറ്റ് 8 o'clock. പക്ഷേ എന്നാലും നിങ്ങൾ ഇത് ചെയ്യണം, എന്തായാലും ചെയ്യണം. ഞാനത് ഫുള്ളായിട്ട് ചെയ്തിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, സോ ദാറ്റ് യു ക്യാൻ റിവൈസ് ഇറ്റ്. ഓക്കെ, റൈറ്റ്. ഷാൽ വി സ്റ്റോപ്പ്? റൈറ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വെക്ടേഴ്സിൽ ഇത് മാത്രം പഠിച്ചാൽ മതി, യു വിൽ ഗെറ്റ് ഫുൾ മാർക്സ്. ഒരു പ്രശ്നമില്ല, ഇത് മാത്രമേ ചോദിക്കുള്ളൂ. ഡോട്ട് പ്രോഡക്റ്റ്, ക്രോസ് പ്രോഡക്റ്റിൻ്റെ ആപ്ലിക്കേഷൻ, പിന്നെ പ്രൊജക്ഷൻ, പിന്നെ പാരലൽ, കൊളീനിയർ പോയിന്റ്സ്, പിന്നെ ഇത് എന്താണ് ട്രയാങ്കിളിൻ്റെ ഏരിയ, ആംഗിൾ റൈറ്റ് ആംഗിളിലാണോ ചെക്ക് ചെയ്യുക, പിന്നെ ആംഗിൾസ് കാണാം. ഇത് ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ എ ആണ് ചോദിച്ചെങ്കിൽ എന്ന് തുടങ്ങുന്ന 2 വെക്ടേഴ്സ് എടുക്കാം, എ ബി എ സി. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എ ബി എങ്ങനെയാണ് കാണുക? ബി മൈനസ് എ. എ സി എങ്ങനെയാണ് കാണുക? സി മൈനസ് എ. അപ്പൊ എ എന്ന് തുടങ്ങുന്നത്, ഇപ്പം ബി ആണ് ആംഗിൾ ചോദിച്ചെങ്കിൽ എന്ത് ചെയ്യണം? ബി എന്ന് തുടങ്ങുന്ന വെക്ടർ കാണണം. ബി എയും ബി സിയും കാണണം. സി ആണെങ്കിൽ സി എയും സി ബിയും കാണണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നിട്ട് വേണം കോസ് എയുടെ ഫോമിൽ ഉപയോഗിക്കാൻ. അപ്പോൾ നമുക്കത് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ബൈ. വിൽ സ്റ്റോപ്പ്.